കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബഹുമാന്യ കർത്തദാസൻ റോൺ കെ മാത്യു, അതുപോലെ ഈ വേദിയിൽ ആയിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ഭൃത്യന്മാർ, പ്രിയ സഹോദരി സഹോദരങ്ങൾ, വാത്സല്യ കുഞ്ഞുങ്ങൾ, എല്ലാവർക്കും യേശു കർത്താവിൻ്റെ തിരുനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ദേവദാസൻ ഇവിടെ അനുസ്മരിച്ചത് വസ്തുതയാണ്. പലപ്പോഴും നമ്മുടെ ലോകജീവിതത്തിലെ അതേ കർത്തവ്യ ബാഹുല്യങ്ങൾ വേണ്ടതുപോലെ ദൈവകാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നതിന് നമുക്ക് പലപ്പോഴും ഒരു തടസ്സമായി തീരാറുണ്ട്. എന്നാൽ ഞാനതിൻ്റെ ഒരു മറുവശം നിങ്ങളോട് പറയട്ടെ. ഈ ലോകം നമുക്ക് സ്വസ്ഥത നൽകിയിട്ട് കർത്താവിനെ പിൻപറ്റാമെന്ന് ആരും വിചാരിക്കണ്ട. വയസ്സലോ പണ്ടാരോ ഒരു മനുഷ്യൻ ആദ്യമായിട്ട് കടൽ കാണാൻ പോയതായിട്ടൊരു കഥ കേട്ടിട്ടുണ്ട്. കടൽ കണ്ടപ്പോൾ അയാൾക്കൊരാഗ്രഹം, ഇറങ്ങി ഒന്ന് കുളിച്ചേച്ച് പോയാൽ കൊള്ളാമല്ലോ. പക്ഷെ തിര വരുന്നു. തിരയടങ്ങിയിട്ടാട്ടെന്ന് വിചാരിച്ച് വളരെ സമയം നിന്നേച്ച് കുളിക്കാതെ വീട്ടിൽ പോയെന്നാണ്. കാരണം തിര അടങ്ങിയിട്ട് കടലിൽ ഇറങ്ങാൻ ഒക്കുകയില്ല. ഈ ലോകം നമുക്ക് സ്വസ്ഥത നൽകിയിട്ട് നമുക്കൊരിക്കലും ദൈവത്തെ പിൻപറ്റുവാൻ സാധ്യമല്ല. ഒരു ദൈവഭക്തൻ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞതായിട്ട് ഞാൻ വായിച്ചത് ഓർക്കുന്നുണ്ട്. ഇന്നെനിക്ക് ധാരാളം കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്തു തീർക്കാനുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മളാണെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനെ പറഞ്ഞതിന് എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്, അതുകൊണ്ട് പതിവ് പോലെ അത്രയും വേദപുസ്തകം വായിക്കാനോ അത്രയും പ്രാർത്ഥിക്കാനോ ഇന്ന് എനിക്ക് സമയം കിട്ടുകയില്ല എന്നല്ലേ നമ്മൾ പറയാറുള്ളത്. പക്ഷെ ആ ഭക്തൻ പറഞ്ഞ അങ്ങനെയല്ല. ഇന്നെനിക്ക് വളരെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്, അതുകൊണ്ട് ഇന്ന് എനിക്ക് കൂടുതൽ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പൈസലോ നമ്മുടെ സൈക്കോളജിയുമായിട്ട് അത്ര പൊരുത്തപ്പെടുന്നില്ലായിരിക്കാം. ഏതായാലും നമ്മുടെ സ്വന്തം പ്രാപ്തിയുണ്ടോ കഴിവുകൊണ്ടോ ഒന്നും സാധ്യമല്ല എന്നുള്ള സത്യം ഈ സന്ധ്യയിൽ നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ആരോഗ്യമാകട്ടെ, നമ്മുടെ ജോലിയാകട്ടെ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയാകട്ടെ, എന്തെങ്കിലും ആകട്ടെ, നമ്മുടെ തത്രപ്പാട് കൊണ്ടൊന്നും നാം ഒന്നും നേടാൻ പോകുന്നില്ല. ദൈവം കൃപയാൽ വല്ലതും ചെയ്തെങ്കിലേ നമുക്ക് ഈ പരദേശമാകുന്ന ലോകത്ത് ജീവിച്ച് നല്ല അന്ത്യം പ്രാപിക്കാൻ സാധിക്കൂ. എളിയവനായ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും ഞാനതങ്ങനെ തന്നെ മനസ്സിലാക്കുന്നുണ്ട്. നമ്മുടെ ചരിത്രം തീർന്നു കഴിയുമ്പോൾ, സ്വർഗത്തിൽ നമ്മൾ എത്തിക്കഴിയുമ്പോൾ നമുക്കൊരൊറ്റ കാര്യമേ പറയാനുള്ളൂ: കൃപയാൽ. അല്ലാതെ സാമർഥ്യം കൊണ്ട് ഞാനിവിടെ വന്നെന്ന് ഒരൊറ്റ വ്യക്തിക്കും പറയാൻ കഴിയുകയില്ല എന്ന് ഞാൻ വിശ്വസിക്കും. മുഖവര വളരെ പറയേണ്ട കാര്യമൊന്നുമില്ല. കർത്താവിൻ്റെ ദാസനും തൻ്റെ സഹപ്രവർത്തകരും വളരെ ആശിച്ച് പ്രാർത്ഥിച്ച് ക്രമീകരിച്ച കൺവെൻഷനാണല്ലോ അത്. ഇന്നലെ തുടങ്ങി ഇന്ന് ഇവിടെ തീരുകയാണ്. അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് പോകുന്നതിന് മുൻപേ പൗലോസ്ലീഹ പറഞ്ഞ പോലെ സത്യമായതും ഘനമായതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ച് പിരിയുന്നതായിരിക്കും നല്ലത്. എന്നും തമ്മിൽ കണ്ട് കുശലം ചോദിച്ച് നമ്മുടെ ആയുസിൻ്റെ നല്ലൊരു പങ്ക് തീർന്നു. വിശേഷം ഒന്നുമില്ലെന്നറിയാവുമ്പോൾ തന്നെ നമ്മൾ ചോദിക്കുന്നത് എന്ത് വിശേഷം ഉണ്ടെന്നാണ്. ഉടനെ മറുവശത്തു നിന്ന് കിട്ടുന്ന മറുപടി ഒരു വിശേഷവും ഇല്ലെന്ന്. ഈ ലോകത്തിൽ ഒരു വിശേഷവുമില്ല. ഇവിടെ വല്ല പ്രത്യാശ ഉണ്ടെങ്കിൽ സുവിശേഷം മാത്രമേ ഉള്ളൂ, ദൈവത്തിൻ്റെ വചനം. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ നമുക്കെല്ലാവർക്കും പ്രാർത്ഥനയോടെ ഇരിക്കാം. ശമൂവേൽ ബാലകൻ പ്രാർത്ഥിച്ച പോലെ, ലോർഡ് സ്പീക്ക്, എൻ്റെ ദൈവമേ നീ സംസാരിക്കണമേ. ആ ദമസ്കോസിൻ്റെ പെരുവഴിയിൽ കിടന്നുകൊണ്ട് ദൈവസഭയെ ഉപദ്രവിച്ച ആ ചെറുപ്പക്കാരൻ നിലവിളിച്ചതുപോലെ, ഞാൻ എന്ത് ചെയ്യണം കർത്താവേ എന്ന് നമുക്കും ചോദിക്കാം. മറുപടി കിട്ടും.
നമ്മുടെ ജീവിതത്തെ മുഴുവൻ അത് നേടുവാൻ അത് മതിയായ ഒരു ആലോചനയുമായിരിക്കും. ദൈവത്തിൻ്റെ ആലോചനയെക്കുറിച്ച് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. അതാണ് ദൈവത്തിൻ്റെ വചനമെന്ന് പറയുന്നത്. അത് സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. റെയിൽവേ അല്ലെങ്കിൽ റെയിൽ പാളമെന്ന് പറയുന്നത് സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. ട്രെയിൻ വരികയോ പോവുകയോ ചെയ്തെന്ന് വരാം, എന്നാൽ പാളം സെറ്റ് ചെയ്തിരിക്കുന്നതാണ്, സ്ഥിരമാണ്. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പാളത്തിൽ കൂടെ മുന്നോട്ട് പോകുവാൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഞാൻ നിങ്ങളെക്കാൾ വലിയ സിദ്ധികളൊന്നുമുള്ള ഒരാളൊന്നുമല്ല. എന്നാലും എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും എനിക്കൊരു നന്മയായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ദൈവത്തെ അനുസരിച്ചു എന്നുള്ളതാണ്. നാടൻ ഭാഷയിൽ ഇറങ്ങി പറഞ്ഞാൽ ഉള്ള കഞ്ഞി പാറ്റ വീണെന്ന് പറഞ്ഞ പോലെ സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് പള്ളിയിൽ നിന്ന് കിട്ടുന്ന ശമ്പളം ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഒരുപക്ഷെ ഏക വരുമാന മാർഗമായിരിക്കുന്ന സമയത്ത് പെറ്റ തള്ളയോട് പോലും ഒരു വാക്ക് ചോദിക്കാതെ പോയി സ്നാനപ്പെട്ടവനാണ്. പൈസല്ലോ നാട്ടുകാരൊക്കെ പറഞ്ഞു നല്ലൊരു ഭാവി ഉണ്ടായിരുന്നു, പക്ഷെ കളഞ്ഞു. എനിക്ക് പട്ടം തന്ന കാതോലിക്കാ ബാബ തന്നെ വേറൊരാളോട് പറഞ്ഞതായിട്ട് പിന്നെ മൂന്നാമതൊരാൾ പറഞ്ഞ് ഞാൻ അറിഞ്ഞു. അദ്ദേഹത്തെ വളരെ സ്നേഹിച്ചിരുന്ന ഒരാളാണ്, മത്യൂസ് പ്രഥമൻ കാതോലിക്ക. അദ്ദേഹം പറഞ്ഞു എനിക്ക് വളരെ ഇഷ്ടമുള്ളവനായിരുന്നു, പക്ഷേ തല തിരിഞ്ഞു പോയിരുന്നു. അതാ നമുക്ക് പറ്റിയത്. പൈസലോ എൻ്റെ തല ഏതോ തെറ്റായ വശത്തേക്ക് ഇരുന്നു. അതൊന്ന് തിരിഞ്ഞതോടുകൂടി അത് നന്മയ്ക്കായിട്ട് ഭവിച്ചു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എനിക്കും ഒരു പ്രാർത്ഥനയുണ്ട്, നിങ്ങളും ഈ അർത്ഥത്തിൽ തല തിരിഞ്ഞവരായി തീരണമെന്ന്. നമ്മുടെ തല യേശുവിലേക്ക് തിരിഞ്ഞു വരണം. മറ്റു പല വഴികളിലേക്ക് തിരിഞ്ഞു കിടന്ന ആ ശിരസുകളൊക്കെ നമ്മുടെ മഹാപുരോഹിതനും നമ്മുടെ അതേ രക്ഷകനുമായ യേശുക്രിസ്തുവിനെ ഫോക്കസ് ചെയ്ത് അവങ്കിലേക്ക് നോക്കുവാൻ നമുക്ക് കഴിയുമെങ്കിൽ ഈ കൺവെൻഷൻ വിജയമായി തീർന്നു. ഇടയ്ക്കൊരു കാര്യം പറയട്ടെ. ഞങ്ങളൊക്കെ നടത്തുന്ന കൺവെൻഷനിൽ ഞങ്ങളിങ്ങനെ ഈ ചില ആളുകൾ ചെയ്യുന്നത് പോലെ രോഗശാന്തിക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കോ ഒന്നും മുൻഗണന കൊടുക്കാറില്ല. അതേസമയം ഞങ്ങളുടെ അടുക്കൽ ഒരാൾ പ്രാർത്ഥിക്കാൻ വന്ന് അതെ നിന്നാൽ ഞങ്ങൾ പ്രാർത്ഥിക്കും. ഞാൻ പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കുമെന്നൊരു ധൈര്യം എനിക്കുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതിന് ഭൂമിയുടെ അറ്റത്തുനിന്നൊരു സായിപ്പ് വരണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. കർത്താവിൻ്റെ വാഗ്ദത്വം അങ്ങനെയാണല്ലോ. ഒത്തിരി ദൂരെ നിന്ന് ആരെങ്കിലും വരികയാണെങ്കിൽ ഞാൻ അവരുടെ നടുവിലുണ്ടെന്നല്ല യേശു പറഞ്ഞത്. 2 3 അതിൽ മിനിമം 2, പക്ഷെ അത് ചേർന്നതായിരിക്കണം. പാലക്കാ വിരിഞ്ഞ പോലാകരുത്. ഞെട്ടൊന്നായിരിക്കും, പക്ഷെ മുഖം പലതായിരിക്കും. അങ്ങനെ വരരുത്. അങ്ങനെ യേശുവിൻ്റെ നാമത്തിൽ നമ്മൾ യോജിക്കുമെങ്കിൽ അവൻ വരാൻ നോക്കാമെന്നല്ല പറഞ്ഞത്, ഞാൻ അവിടെ ഉണ്ടെന്ന്. എയർലി പ്രസൻ്റാണ്. നമ്മൾ വരുന്നതിന് മുമ്പ് തന്നെ അവൻ അവിടെ ഉണ്ട്. വയസ്സല്ലോ ദൈവത്തെ എത്ര സ്തുതിച്ചാലും മതിയാകയില്ല എന്നുള്ളതിനാൽ നമുക്ക് ഒരു പ്രാവശ്യം കൂടെ കർത്താവിനെ ഒന്ന് സ്തുതിക്കാം. ഇന്ന് ഞാൻ എന്താ നിങ്ങളോട് പ്രസംഗിക്കേണ്ടതെന്ന് ഇങ്ങനെ പകലിരുന്ന് ദൈവസന്നിധിയിൽ എൻ്റെ ഹൃദയം ഉയർത്തിയപ്പോൾ കർത്താവ് എൻ്റെ മനസ്സിലൊരു ചിന്ത തന്നു. അത് ഞാനിവിടെ വായിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ കർത്താവ് സഹായിക്കുന്നിടത്തോളം ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാനും കർത്താവ് ശരണപ്പെടുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൻ്റെ 43 മുതൽ ചുരുക്കം ചില വാക്യങ്ങൾ ആരെങ്കിലും ഒന്ന് വായിച്ചാട്ടെ. ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 2 വേഴ്സസ് 43 ഫോളോയിങ്. എല്ലാവർക്കും ഭയമായി അപ്പോസ്തലന്മാരാൽ ഏറിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു. വിശ്വസിച്ചവർ എല്ലാവരും ഒരുമിച്ചിരുന്ന് സകലവും പൊതുവക എന്നെണ്ണുകയും ജന്മഭൂമികളും വസ്തുക്കളും വിറ്റ് അവനവന് ആവശ്യമുള്ളതുപോലെ എല്ലാവർക്കും പങ്കിടുകയും ഒരുമനപ്പെട്ട് ദിനംപ്രതി ദൈവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയപരമാർത്ഥതയും പൂണ്ട് ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിൻ്റെയും കൃപ അനുഭവിക്കുകയും ചെയ്തു. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോടെ ചേർത്തുകൊണ്ടിരുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ.
നമ്മുടെ കർത്താവ് കൈസരിയ ഫിലിപ്പിയ എന്ന് പറഞ്ഞ സ്ഥലത്ത് തൻ ശിഷ്യന്മാരുമായിട്ട് പോകുമ്പോൾ പെട്ടെന്ന് തിരിഞ്ഞിട്ട് ശിഷ്യന്മാരോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു. അതൊന്നും ആവർത്തിക്കുന്നില്ല. നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു എന്ന് തുടങ്ങി ഒടുവിൽ പറഞ്ഞ് അവസാനിപ്പിച്ചത്, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണി. മനസ്സിലോ? അതുവരെ അങ്ങനെയുള്ള വിഷയങ്ങളൊന്നും ശിഷ്യന്മാരോട് പറഞ്ഞിരുന്നില്ല. പൊടുന്നനെ പെട്ടെന്ന് തിരിഞ്ഞു പറഞ്ഞതാണ്, ഐ വിൽ ബിൽഡ് മൈ ചേർച്ച് അപ്പോൺ ദിസ് റോക്ക്. പിന്നെ നമുക്കൊരു കുഴപ്പമുണ്ട്, അത് ഞാൻ പറയാതിരിക്കുന്നില്ല. തമ്പുരാൻ എന്ത് പറഞ്ഞാലും നമുക്ക് തോന്നിയ പോലെ അത് വ്യാഖ്യാനിക്കുന്ന ഒരു ബലഹീനത നമുക്കുണ്ട്. അത് ഞാൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചതെന്ന് എൻ്റെ ഓർമ്മ. ഗബ്രിയേൽ ദൂതൻ ചെന്ന് കൃപ ലഭിച്ചവളേ എന്ന് വിശുദ്ധ മറിയോട് പറഞ്ഞു. ഈ ഞങ്ങളെയൊക്കെ ചില ആളുകൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഞങ്ങളൊക്കെ ഇങ്ങനെ യേശുവിൻ്റെ അമ്മയൊക്കെ പരിഹസിച്ചൊക്കെ പ്രസംഗിക്കുന്നവരാണെന്നാണ്. ഒരിക്കലുമല്ല. ഞാനത് ഇവിടെ യുഎഇ വന്നതിന് ശേഷം തന്നെ ചില മീറ്റിങ്ങുകളിൽ പറഞ്ഞു, എനിക്ക് ലോകത്തിൽ ഏറ്റവും സ്നേഹമുള്ള 2 സ്ത്രീകളുണ്ട്. മറ്റു എല്ലാവരോടും സ്നേഹമുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ സ്നേഹം 2 സ്ത്രീകളോട്. ഒന്ന് യേശുവിൻ്റെ അമ്മയോട്. വയസ്സോളൂ. കാരണം എനിക്കൊരു രക്ഷകനെ ഭൂമിയിലേക്ക് ഒന്ന് അവതരിപ്പിക്കാൻ അവരുടെ ഉദരം സമർപ്പിച്ചു കൊടുത്തു എന്നുള്ള ആ വലിയ കോൺട്രിബ്യൂഷൻ അത് ഞാൻ നന്ദിയോടെ ഓർക്കുന്നുണ്ട്. പിന്നെ രണ്ടാമത് എനിക്ക് കൂടുതൽ സ്നേഹം എൻ്റെ അമ്മയോടാണ്. എൻ്റെ അമ്മയുടെ പേര് മറിയെന്ന്. വൈസലോ, നിങ്ങളോട് എല്ലാവരോടും എനിക്ക് സ്നേഹമുണ്ട്. വൈസല്ലോ, ഓർക്കാപ്പുറത്ത് യേശു പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണി. ചില ആളുകൾ ഈ കൃപ എന്നുള്ള വാക്ക് നന്മയെന്ന് എടുത്ത് മാറ്റിയതുപോലെ തന്നെ നാട്ടിൻപുറത്തൊക്കെ പലരും പ്രസംഗിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. പത്രോസേ, നീ പാറയാകുന്നു, ഈ പാറമേൽ ഞാൻ ഇതേ സഭയെ പണിയും. ഇന്ന് വരെ ഞാൻ ഒരു പുസ്തകത്തിലും അങ്ങനെ വായിച്ചിട്ടില്ല. പത്രോസേ, നീ പാറയാകുന്ന ഞാൻ ഒരു ഭാഷാന്തരത്തിലും വായിച്ചിട്ടില്ല. യു പീറ്റർ, യു ആർ പെട്രോസ് ആൻഡ് ഐ വിൽ ബിൽഡ് മൈ ചർച്ച് അപ്പോൺ ദിസ് റോക്ക്. അത് പിന്നെ പത്രോസ് അപ്പോസ്തലൻ തന്നെ ഭാഷാന്തരം ചെയ്തപ്പോൾ നമ്മളെല്ലാം പെബിൾസാണ്, പാറക്കല്ലുകളാണ്. നമ്മളെല്ലാവരും കൂടെ അവൻ്റെ അടുക്ക ചെന്നിട്ട് അവൻ്റെ മേൽ, പാറയാകുന്ന അവൻ്റെ മേൽ നമ്മളെ കൊച്ചു കൽക്കഷണങ്ങളായി ഉപയോഗിച്ചുകൊണ്ട് നമ്മളെ ക്രിസ്തുവാം പാറമേൽ പണിയും എന്ന് പറഞ്ഞപ്പോഴാണ് അതിൻ്റെ അർത്ഥം വ്യക്തമായത്. ക്രിസ്തുവാകുന്ന പാറമേൽ പണിയപ്പെടുന്ന സ്വർഗീയ സൗധമാണ് ദൈവസഭ എന്ന് പറയുന്നത്. വീണ്ടും ഞാൻ പറയട്ടെ, ഇത് കർത്താവ് നേരത്തെ വെളിപ്പെടുത്തിയിരുന്നില്ല. താന് ആദ്യം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഒരു ടീച്ചറായിട്ടാണ് തൻ്റെ മിനിസ്ട്രി തുടങ്ങിയത്. ബഹുപുരുഷാരം തന്നെ കേൾക്കാനായിട്ട്, തൻ്റെ ഇമ്പമൊഴികൾ കേൾക്കാനായിട്ട് വന്നുകൂടി. അക്കൂട്ടത്തിൽ രോഗസൗഖ്യവും അനുഭവിക്കുന്നുണ്ട്, പിന്നെ വിശപ്പിന് ആഹാരവും കിട്ടുന്നുണ്ട്. അങ്ങനെ ആയിരുന്നു തൻ്റെ ആദ്യത്തെ ശുശ്രൂഷ. എന്നാൽ മുന്നോട്ട് പോയി കൊണ്ടിരുന്നപ്പോൾ ഞാൻ പറയട്ടെ, ഈ 25,000, 20,000, 10,000, 5,000 ഒക്കെ ഉള്ള പുരുഷന്മാർ കുറഞ്ഞു വന്നിട്ട് മക്കോസിൻ്റെ വീട്ടിൽ പ്രൈസലോ 12 പേര് തൻ്റെ അന്ത്യമൊഴികൾ കേൾക്കാനായിട്ടിരിക്കുകയാണ്. പുരുഷാരം കുറഞ്ഞു പോയ ആ പോക്ക് നിങ്ങളൊന്ന് കണ്ടേ. 12 പേരായിട്ട് ചുരുങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ അതിനിടയ്ക്ക് ഒന്ന് വേറൊരുത്തം കൂടി എഴുന്നേറ്റ് പോയി. 11 കുറഞ്ഞു. ആ 11 പേരെ വെച്ചുകൊണ്ടാണ് താൻ സ്വർഗീയ മർമ്മങ്ങൾ വെളിപ്പെടുത്തിയത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആൾക്കൂട്ടം സഭയല്ലെന്നുള്ള വിവരം ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആൾക്കൂട്ടം സഭയല്ല. ഞാൻ കല്യാണം കഴിച്ചതാണ്. നിങ്ങളിൽ പലരും വിവാഹിതരാണെന്ന് എനിക്കറിയാം. നമ്മുടെ ആ കല്യാണ ദിവസം എല്ലാവരും ഒന്ന് ഓർത്ത് നോക്കി. ആ കല്യാണം നടന്ന ദിവസം എന്താളുകളുണ്ടായിരുന്നു. ചീഫ് ഗസ്റ്റ് ആണ്, പലരും ഉണ്ടായിരുന്നു. അവിടെ വന്നു കൂടിയതെല്ലാം മണവാളനും മണവാട്ടിയൊന്നുമല്ല. പ്രൈസ് ദി ലോർഡ്. അവരെ പ്രതിയാണ് മറ്റുള്ളവരെല്ലാം വന്നുകൂടിയത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ലോക ജനതയെ ദൈവത്തിൻ്റെ ആത്മാവ്
അരിച്ചരിച്ച് എടുത്ത് ഒടുവിൽ അവശേഷിക്കുന്നതാണ് ദൈവസഭ. ചിലർ വിചാരിക്കുന്നത് ഈ ലോകത്തിൽ ദൈവബോധമുള്ള എല്ലാവരെയും കൂടെ കൂട്ടി ഒരു വലിയ സഭ ഉണ്ടാക്കുമെന്നാണ്. അങ്ങനല്ല. ഈ കർത്താവ് തന്നെ ഒരിക്കൽ പറഞ്ഞു, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനോടും ആത്മീയ യോഗ്യതയുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിട്ടില്ലെന്ന് കർത്താവ് തീർത്തു പറഞ്ഞു. സത്യമാണ്. പെർഫെക്റ്റ് മേനായിരുന്നു താൻ. എന്നാൽ യോഹന്നാനെ കർത്താവ് ഒരു ബ്രാക്കറ്റിലിട്ടു. എന്ത് പറഞ്ഞെന്നറിയാമോ? സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ ഈ യോഹന്നാനേക്കാൾ വലിയവൻ. അതെന്തൊരു കൂത്ത! എന്തുവായി സ്വർഗരാജ്യം? കർത്താവ് മീൻ ചെയ്തത് തൻ്റെ തിരുസഭയാണ്. തൻ്റെ തിരുസഭയുടെ ഒരംഗത്തിൻ്റെ ആത്മീയ യോഗ്യത പഴയ നിയമവിശുദ്ധന്മാരിൽ അഗ്രേസരനായ യോഹന്നാന് പോലുമില്ല. യു ഫോളോ? ആരും നിങ്ങളെ തെറ്റിക്കരുത്. ഇതാ സത്യം. കർത്താവ് പറഞ്ഞതാണ് എൻ്റെ ആധാരം. ഇത് യേശു പറഞ്ഞതാണ്. സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയൊരു വ്യക്തിക്കുള്ള സ്ഥാനം പഴയ നിയമവിശുദ്ധന്മാരിൽ അഗ്രേസരനായ യോഹന്നാന് പോലും ഇല്ല. സഭയെന്ന് പറയുന്നത് പുതിയ നിയമത്തിൻ്റെ വാക്യങ്ങളെ ആധാരമാക്കി ഞാൻ നിങ്ങളോട് പറയാം, അത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്നതാണ്. പ്രൈസ് ദി ലോർഡ്. പ്രവാചകന്മാര് പോലും ഇതെന്താണെന്ന് മനസ്സിലാക്കിയിരുന്നില്ല. അംശമായിട്ടും സൂചനയായിട്ടും ഒക്കെ അവർ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും പോലും അതിൻ്റെ വ്യക്തമായ വെളിപ്പാട് ലഭിച്ചിരുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ഒത്തിരി ചിന്തകൾ എൻ്റെ മനസ്സിൽ കൂടി ഇങ്ങനെ കടന്നു പോവുകയാണ്. ഈ പൗലോസ് അപ്പോസ്തലൻ വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കി അതിഗംഭീരമായ ലേഖനങ്ങൾ എഴുതിയ ഒരു വിശുദ്ധനാണ്. ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് പറയാറുണ്ട്. ഹിമാലയ പർവ്വതത്തെക്കാൾ ഉയരമുള്ളതും പസഫിക് മഹാസമുദ്രത്തെക്കാൾ ആഴമുള്ളതുമായ ലേഖനങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ. അതിൽ റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ ഒരു വാക്യം വായിച്ചാണ് കത്തോലിക്കാ സഭയുടെ ഒരു കർദിനാളായിരുന്ന മാർട്ടിൻ ലൂതർ ചാടി ഇറങ്ങിപ്പോയത്. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നുള്ള വാക്യം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ ആകർഷിച്ചു. ഒരു മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നത് മറ്റൊന്നിനാലുമല്ല, ക്രിസ്തുവിലുള്ള കലവറ കൂടാത്ത ആശ്രയമെന്ന് പറയുന്ന വിശ്വാസത്താലാണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായപ്പോൾ അദ്ദേഹം പ്രോട്ടസ്റ്റാന്റിസത്തിൻ്റെ നാന്ദി കുറിച്ചു. ഹല്ലേലൂയ. അദ്ദേഹം സഭയെ കേന്ദ്രമാക്കിക്കൊണ്ട് എഴുതിയ ഒരു പുസ്തകമാണ് എപ്പേസ്യ ലേഖനം, അല്ലെങ്കിൽ എപ്പേസോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം. അത് നിങ്ങൾ അവസരം പോലെ ഒന്ന് വായിച്ചു നോക്കുന്നത് നല്ലതായിരിക്കാം. സഭ എന്ന് പറയുന്ന മർമ്മമാണ് അതിനകത്ത് പൗലോസ് അപ്പോസ്തലൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ദൈവമക്കളെ, ഇവിടെ ഒരു ഭാഗം വായിച്ച് നിങ്ങൾ കേട്ടല്ലോ. പെന്തക്കോസ്ത് നാളില്, അത് സത്യം പറഞ്ഞാൽ അത് ക്രിസ്ത്യാനികളുടെ ഒരു ഡേ ഒന്നും അല്ലത്. യഹൂദന്മാരുടെ ഒരു പെരുന്നാൾ നടക്കുന്ന ദിവസമാണത്. 50-ാം പെരുന്നാൾ എന്ന് പറയുന്ന ഒരു ദിവസമാണ്. അന്ന് യെരുശലേം ദേവാലയം ഉണ്ട്. ഹേരോദാ രാജാവ് നിർമ്മിച്ചതായ 3-ാമത്തെ ആലയമുണ്ട്. അതിലെ കർമ്മങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. എന്നാൽ കർത്താവിൻ്റെ അതേ പിൻഗാമികളായ കുറച്ച് പാവങ്ങൾ മർക്കോസിൻ്റെ വീട്ടിൽ കൂടിയിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. തള്ളക്കോഴി ചത്തുപോയ കുറേ കോഴിക്കുഞ്ഞുങ്ങളെല്ലാം കൂടെ കൂടിയിരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. ദൈവത്തിന് സ്തോത്രം. ആ കൂട്ടത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട അമ്മച്ചി മറിയാമ്മച്ചിയുണ്ട്. യേശുവിൻ്റെ അമ്മയും അവിടെ ഉണ്ടായിരുന്നെന്ന് വേദപുസ്തകത്തിലുണ്ട്. യേശുവിൻ്റെ അമ്മയ്ക്ക് വേണമെങ്കിൽ ദേവാലയത്തിൽ പോകാമായിരുന്നു, ഒരു ചെറിയ ദേവാലയത്തിൽ, പക്ഷെ പോയില്ല. മർക്കോസിൻ്റെ വീട്ടിലാണ് അമ്മച്ചി ഇരിക്കുന്നത്. ഉപവാസ പ്രാർത്ഥനയിൽ ഇരിക്കുകയാണ്. പരിശുദ്ധ റൂഹായെ വരവേൽക്കുവാനായിട്ട് കാത്തിരിക്കുന്നവരുടെ കൂട്ടത്തിൽ അമ്മച്ചിയുണ്ട്. ഇടയ്ക്ക് ഞാൻ നിങ്ങളോട് ഒരു സത്യം പറയാം. നിങ്ങളറിയാത്ത ചില രഹസ്യങ്ങളൊക്കെ എനിക്കറിയാം. ഞാൻ ഓർത്തഡോക്സ് വൈദ്യനായിരുന്നു. ഓർത്തഡോക്സ് സഭയിലെ ഒരു മെത്രാപ്പോലിത്ത, അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം ഈ കുർബാന തക്സാകൾ എഡിറ്റ് ചെയ്ത് ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചപ്പോൾ അതിൻ്റെ അവതാരികയിൽ അദ്ദേഹം, അതിൻ്റെ മുഖവിരയിൽ അദ്ദേഹം ഇങ്ങനെ എഴുതിയിരുന്നു. അത് നിങ്ങളൊന്ന് കേൾക്കണം. അത് കഴിഞ്ഞ് ഞാൻ മുമ്പോട്ട് പോവാം. പരിശുദ്ധ റൂഹ പന്തക്കോസ്ത് നാളിൽ അത് മർക്കോസിൻ്റെ വീട്ടിൽ ഇറങ്ങി എന്ന് തുടങ്ങി ചില കാര്യങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞിട്ട് പത്രോസ് അപ്പോസ്തലനും മറ്റും
വിശ്വസിച്ച് മുന്നോട്ട് വന്ന ആളുകളെ വിശുദ്ധ മാമോദീസ കഴിപ്പിച്ചു അല്ലെങ്കിൽ കഴിച്ചു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ താഴെ പറഞ്ഞിരിക്കുന്ന കേൾക്കണോ നിങ്ങൾക്ക്? അവർ യേശുവിൻ്റെ അമ്മയായ വിശുദ്ധ മറിയയെയും മാമോദീസ മുക്കി. ഇത് പെന്തിക്കോസുകാരുടെ എഴുതിയ പുസ്തകത്തിലല്ല. ഓർത്തഡോക്സ് സഭയിലെ ഒരു മെത്രാപ്പോലീത്ത പത്രോസ്, അതെ, റംബാച്ചൻ എന്ന് പണ്ടൊക്കെ അറിയപ്പെട്ടിരുന്ന പത്രോസ് ഒസ്താത്യോസ് എന്നുള്ള പേരിൽ ജീവിച്ച് അന്തരിച്ചു പോയ ഒരു ബഹുമാനീയ ദൈവദാസൻ എഴുതിയ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതാണ്. അപ്പൊ യേശുവിൻ്റെ അമ്മയ്ക്ക് വിശ്വാസ സ്നാനം ഏക്കാമെങ്കിൽ പിന്നെ അതിനേക്കാൾ അത്ര വലിയ ആളുകളൊന്നും ഇവിടെ വന്നിട്ടില്ലല്ലോ. പ്രൈസലോ. അതുകൊണ്ട് അത് നമുക്കൊരു പ്രേരണയായി തീരട്ടെ എന്ന് ഞാൻ ഇടയ്ക്കൊന്ന് നിങ്ങളെ ഓർപ്പിക്കുകയാണ് ചെയ്യുന്നത്. പല ആളുകളും ധരിച്ചു വച്ചിരിക്കുന്ന പോലെ ചർച്ച് ഈസ് നോട്ട് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇറ്റ് ഈസ് എ കോൺസ്റ്റിറ്റ്യൂഷൻ. എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള വാക്കിന് ശരീരം എന്നർത്ഥമുണ്ട്. അതാണ് ഞാൻ മീൻ ചെയ്യുന്നത്. കർത്താവ് സ്ഥാപിച്ച സഭ ഒരു സംഘടനയല്ല, ഒരു സമുദായമല്ല, ഒരു സമൂഹമല്ല, ഒരിക്കലും അതൊരു ആൾക്കൂട്ടമല്ല. അത് ക്രിസ്തുവിൻ്റെ വിശുദ്ധ ശരീരമാണ്. ഇതല്ലോ കഴിഞ്ഞ ദിവസം ഞാൻ ചില യോഗങ്ങളിൽ പ്രസംഗിച്ചു. ഏത് പ്രായത്തിൽ മരിച്ചു പോകുന്ന ആളുകളും യുവാക്കളായിട്ടാണ് ഉയർക്കുന്നതെന്ന് പറഞ്ഞ് ചിലർക്ക് അതൊരു പുതുമയായിരുന്നു. അതായത് നമ്മുടെ വീട്ടിൽ നിന്ന് കൊച്ചു കുഞ്ഞുങ്ങൾ മരിച്ചു പോകും, അവരെ കാണാൻ അമ്മമാർ കാത്തിരിക്കും. ഞാൻ ആ അമ്മമാരോട് പറയുന്നു, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കാണുകയില്ല. വല്യപ്പച്ചന്മാരൊക്കെ മരിച്ചു പോകുന്നു, അവരെ ആ അവസ്ഥയിൽ കാണാൻ നിങ്ങൾ കാത്തിരിക്കുന്നു, കാണുകയില്ല. അവരെല്ലാവരും യൗവന ശരീരമുള്ളവരായിട്ടായിരിക്കും ഉയർക്കുന്നത്. അപ്പം ചിലർക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ഇവിടെ പിന്നെ ഞാൻ ഇങ്ങനെ പറയേണ്ടി വന്നു, തലയുടെ അത്രയും പ്രായം വേണമല്ല ശരീരത്തിനും. തലയ്ക്ക് 33 വയസ്സാണ്. അപ്പം 33 വയസ്സുള്ള ശിരസിനോട് ചേരാൻ പോകുന്ന സഭയുടെ പ്രായം യൗവനമായിരിക്കണം. പ്രൈസല്ലോ. ദൈവത്തിൻ്റെ സഭയിൽ ശിശുക്കളില്ല, വൃദ്ധന്മാരുമില്ല. അയ്യോ, അങ്ങനെ ഞാൻ പറഞ്ഞു കേട്ടാലും തെറ്റിദ്ധരിക്കല്ലേ. പ്രൈസല്ലോ. ഏത് പ്രായത്തിൽ മരിച്ചു പോകുന്ന ഏത് കുടുംബത്തിൽപ്പെട്ട ഏത് ജാതിയിൽപ്പെട്ട കുഞ്ഞുങ്ങളും തീരുമാനശക്തിക്ക് മുമ്പേ മരിച്ചു പോയാൽ അവർ നരകത്തിൽ പോകുകയില്ലെന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. നിങ്ങൾ ആരും യോജിക്കണമെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല. പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന വെളിപ്പാടാണ്. അതുപോലെ തന്നെ മന്ദബുദ്ധികളായിട്ട് മരിച്ചു പോകുന്ന ആളുകളെ തമ്പുരാനെടുത്ത് നരകത്തിലെറിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നമ്മുടെ നിത്യത നിശ്ചയിക്കുന്നത് 2 കാരണങ്ങളാലാണ്. ഒന്ന് ഗുഡ് കോൺഷ്യൻസ്, 2 ഫ്രീ വിൽ. നമ്മുടെ നല്ല മനസാക്ഷിയും അതിനെ സംബന്ധിച്ചുള്ള നമ്മുടെ തെരഞ്ഞെടുപ്പിൻ്റെ സ്വാതന്ത്ര്യവും. ഈ 2 കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി മാത്രമേ ദൈവം ആരെയെങ്കിലും ന്യായം വിധിക്കൂ. പ്രൈസ് ഗോഡ്. പിന്നെ ഈ ചില ആളുകൾ ഈ എൻ്റെ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവർ മനസ്സിൽ ചിന്തിക്കുന്ന എനിക്കിങ്ങനെ മനസ്സിലാകുന്ന പോലെ തോന്നാറുണ്ട്. ആരോ ചിലരിപ്പോൾ ഇരുന്ന് ചിന്തിക്കുന്നു, ശിശുസ്നാനം അത്യാവശ്യമല്ലേ? അവർ നമ്മൾ സ്നാനം കൊടുക്കാതിരുന്നാൽ അവർ നരകത്തിൽ പോകാൻ സാധ്യതയില്ലേ? അതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്വമല്ലേ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ തന്നെ സ്നാനം നടത്തി അവരുടെ രക്ഷയെ ഉറപ്പാക്കേണ്ടത്? 7 വർഷം അറിയാതെ ശിശുസ്നാനം നടത്തിപ്പോയൊരു മനുഷ്യനാണ് ഞാൻ. ഐ വാസ് സിൻസിയർലി റോങ്. ഞാൻ അറിയാതെ തെറ്റ് ചെയ്തു പോയൊരു മനുഷ്യനാണ്. തമ്പുരാൻ എന്നെ ചില കാര്യങ്ങൾ പഠിപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. ജന്മപാപം അല്ലെങ്കിൽ ഉത്ഭവപാപം, ആദാമ്യപാപം നിലനിൽക്കുന്നു എന്നുള്ള സങ്കല്പത്തിൻ്റെ പേരിലാണ് ശിശുക്കളെ സ്നാനപ്പെടുത്തുന്നത്. അതേസമയം യാക്കോബായ സഭയിൽ കർത്താവിനെ സ്തുതിക്കുന്ന ഒരു ഭാഗത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, ആദാമിൻ്റെ കടച്ചീട്ടിനെ അവൻ കീറിക്കളഞ്ഞു. ആദാമിൻ്റെ കടഭാരം എഴുതിയതായ കടച്ചീട്ട് കർത്താവ് കീറിക്കളഞ്ഞെന്ന് പറയുകയും പിന്നെയും ആദാമിൻ്റെ പാപം നിൽക്കുന്നെന്ന് പറയുകയും കൂടെ ചെയ്യുന്നത് എന്തൊരു വൈരുദ്ധ്യമാണ്. പൈസല്ലോ. ആദാമ്യ പാപം എന്നൊരു പാപം ഇന്നില്ല. അത് കാൽവറിയിൽ യേശു തീർത്തു. അതിൻ്റെ പേർക്ക് ഇനിയും കൊച്ചുങ്ങളെ ഒന്നും മാമോദിസ മുക്കണ്ടെന്ന് ബഹുമാനപ്പെട്ട അച്ഛന്മാരെ കാണുമ്പം പറഞ്ഞേരെ. പൈസലോ. ഒരു കർമ്മവും വേണ്ട. അവരാ അവസ്ഥയിൽ തന്നെ പോയാൽ അവരെ തമ്പുരാൻ രക്ഷിക്കും. പക്ഷെ അവർ സഭയുടെ അംഗത്വത്തിൽ വരികയില്ല. പ്രൈസലോ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. സഭയൊരു സ്പെഷ്യൽ ഗ്രൂപ്പാണ് കേട്ടോ. ദൈവത്തിന് സ്തോത്രം. ഇനി സഭയുടെ കൂട്ടിച്ചേർപ്പിൻ്റെ യോഗ്യത ഞാൻ നിങ്ങളോട് പറയാം.
വചനം കേട്ടവരായിരിക്കണം, അംഗീകരിച്ചവരായിരിക്കണം, സ്വന്തം തെറ്റിനെ കുറിച്ച് ദുഃഖിച്ചവരായിരിക്കണം, കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചവരായിരിക്കണം. വൈസലോ അത്രയും യോഗ്യതകളുള്ള ആളുകളെ മാത്രമേ സഭയുടെ അംഗത്വത്തിൽ എടുക്കുകയുള്ളൂ. എൻ്റെ അപ്പൻ്റെ പേര് ഐസക് എന്നാണ്, എൻ്റെ പേര് അബ്രഹാം. ഐസക്കിൻ്റെ മകനായിട്ട് ജനിച്ചത് കൊണ്ട് ഞാൻ വിശ്വാസിയല്ല. അല്ലെങ്കിൽ മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ആദാമിൻ്റെ പൈതൃകത്തിൽ ജനിക്കുന്നത് കൊണ്ട് ആരും ക്രിസ്ത്യാനിയാകുന്നില്ല. അബ്രഹാമ്യ പാരമ്പര്യത്തിൽ ജനിച്ചെങ്കിൽ മാത്രമേ വിശ്വാസിയായി തീരുകയുള്ളൂ. വ്യക്തിപരമായി നമ്മൾ അറിഞ്ഞ് അംഗീകരിച്ച് ഏറ്റെടുക്കുമ്പോൾ മാത്രമേ നമ്മൾ ക്രിസ്ത്യാനികളാകുള്ളൂ. ഒരുത്തനെ പിടിച്ച് വേറൊരുത്തന് ക്രിസ്ത്യാനിയാക്കാനും ഒക്കത്തില്ല. എ എന്ന് പറഞ്ഞ ഒരുത്തനെ ബി എന്ന് പറഞ്ഞ ഒരുത്തൻ ഇങ്ങോട്ട് വന്ന് എടുത്ത് ക്രിസ്ത്യാനിയാക്കാൻ ഒക്കുകയില്ല. വാക്യം കേൾക്കണോ? അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും, അടുത്ത വാക്ക് കേട്ടോണം, ദൈവമക്കൾ ആക്കുവാനല്ല ആകുവാൻ അധികാരം കൊടുത്തു. ആകുവാൻ അധികാരം നമ്മുടെ കയ്യിൽ നേരിട്ട് തന്നിരിക്കുകയാണ്. ആയിക്കോളാൻ, ആകുവാൻ അധികാരം ലഭിച്ചു. അങ്ങനെ ലഭിച്ച അധികാരപത്രം വിനിയോഗിച്ചിട്ട് ധൈര്യത്തോടെ ക്രിസ്ത്യാനികളായി തീർന്ന ആളുകൾ അവരുടെ കൈകളെ ഒന്ന് നിർത്തി. ഇനി മറച്ചോണ്ട് വെക്കാൻ നേരമൊന്നുമില്ല. കർത്താവിന്റെ വരവ് വളരെ അടുത്തിരിക്കുക. എത്ര നാളായി ഇങ്ങനെ ഒളിച്ചു കളി? അതുകൊണ്ട് ദൈവമക്കൾ ആകുവാൻ അധികാരം തന്നു. പൈസല്ലോ, ദൈവത്തിന് സ്തോത്രം. മുഖവര ഒത്തിരി ഞാൻ നീട്ടുന്നില്ല, അതിൻ്റെ കണ്ടൻസിലേക്ക് കടന്നു പോവുകയാണ്. ഈ നിന്നിടത്ത് തന്നെ നിന്നാ മതി, ഉള്ളു ശുദ്ധമായിരുന്നാ മതി എന്നൊക്കെ പറയുന്ന ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ യെരുശലേം ദേവാലയത്തിൽ പെന്തക്കോസ്തായുടെ ചടങ്ങുകളൊക്കെ നടക്കുന്ന സമയത്തല്ലേ മർക്കോസിന്റെ വീട്ടിൽ ഈ കൂട്ടം കൂടിയിരിക്കുന്നത്? ഉള്ളു ശുദ്ധമായി യെരുശലേം ദേവാലയത്തിൽ ഇരുന്നാ പോരെ? പോരാഞ്ഞിട്ടാണ് മർക്കോസിന്റെ വീട്ടിൽ വന്നിരിക്കുന്നത്. ദേവാലയത്തിലെ കർമ്മങ്ങളുമായിട്ട് ഇവർക്കൊരു ബന്ധവുമില്ല. പൈസലോ, യേശുവിൻ്റെ അമ്മ ഉൾപ്പെടെ മർക്കോസിന്റെ വീട്ടിലായിരിക്കുന്നത്. സത്യം ഞാൻ നിങ്ങളോട് പറയാം, നമ്മുടെ കത്തോലിക്ക സഹോദരങ്ങളും ഒക്കെ പറയുന്നത് ജപമാല രാജ്ഞിയും ഫാത്തിമ മാതായും ഒക്കെ ആയിട്ട് ഇങ്ങനെ പല വേഷങ്ങളൊക്കെ അവൾക്ക് കൽപ്പിക്കുന്നെങ്കിലും സത്യം പറഞ്ഞാൽ യേശുവിൻ്റെ അമ്മ ഇന്ന് ഭൂമിയിലുണ്ടായിരുന്നെങ്കിൽ പെന്തിക്കോസുകാരുടെ യോഗത്തിന് മാത്രമേ അമ്മ പോകും. എനിക്ക് നല്ല ഉറപ്പ്. പ്രൈസ് ദി ലോർഡ്. കാരണം വിശ്വാസത്തിനാണ് അമ്മ പള്ളിയിൽ പോകും. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ആരും നമ്മളെ ബിരുദ് തെറ്റിക്കരുത്. അങ്ങനെ വചനം കൈക്കൊണ്ടവർ എന്ത് ചെയ്തു? ദേ സ്റ്റേഡ് ടുഗദർ. അവർ ഒരുമിച്ച് കൂടിയിരുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. പിന്നെ ഈ അപ്പോസ്തോലിക വിശ്വാസത്തിലേക്ക് വന്നവർക്ക് ഒരു അപ്പസ്റ്റോലിക് ഫെയ്ത്ത് ഉണ്ട്, അവർക്കൊരു അപ്പസ്റ്റോലിക് സിസ്റ്റം ഓഫ് ലൈഫ് ഉണ്ട്, ഒരു അപ്പസ്റ്റോലിക ജീവിത രീതിയും അവർക്കുണ്ട്. അതൊക്കെ നിങ്ങൾ കേട്ടല്ലോ, വായിച്ച ആ ടെക്സ്റ്റ് കേട്ടവർക്കറിയാം. അവരെന്ത് ചെയ്തു? അവരൊന്നിച്ച് കൂടിയിരുന്നു. എന്നിട്ട് അവിടെ ഒത്തിരി കാര്യങ്ങളൊക്കെ ഞാനങ്ങ് വിടുകയാണ്. കാരണം അവരെ സ്വാർത്ഥത എല്ലാം വെടിഞ്ഞവരായിരുന്നു. സ്വന്തം എന്നാരും ഒന്നും എണ്ണിയില്ല. ചുരുക്കി പറഞ്ഞാൽ ഈ കമ്മ്യൂണിസം, സോഷ്യലിസം എന്നൊക്കെ പറയുന്ന വാക്കുകളുണ്ടല്ലോ, ഇതെല്ലാം ഈ ഭാഗത്തു നിന്ന് ലോകക്കാർ കടമെടുത്തതാണ്. കാൾ മാർക്സ് അയക്ക് വേണ്ടി ഇതിൽ നിന്ന് നല്ല ചില വാക്കുകളൊക്കെ അയാൾ എടുത്തന്നേ ഉള്ളൂ. പക്ഷേ ഇപ്പം കമ്മ്യൂണിസവും കുരുങ്ങിക്കിടക്കുക. കമ്മ്യൂണിസത്തിനകത്ത് എല്ലാം തൊഴിലാളികളാണെന്നും പറഞ്ഞ് തുടങ്ങിയിട്ട് ഇപ്പം കമ്മ്യൂണിസം തൊഴിലാളി മുതലാളിയുമായിട്ട് തിരിഞ്ഞിരിക്കുക. നടത്തിപ്പുകാർ മുതലാളിമാരും മുദ്രാവാക്യം വിളിക്കുന്നവർ തൊഴിലാളികൾ. പോട്ടെ, അതേക്കുറിച്ച് പ്രസംഗിക്കുകയല്ലല്ലോ നമ്മുടെ ഉദ്ദേശം. അപ്പോൾ ഇതിൻ്റെയൊക്കെ വികലമായ പതിപ്പുകൾ ലോകത്തിൽ ഇറങ്ങുന്നുണ്ട്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മൾ വാസ്തവത്തിൽ കർത്താവിലായി കഴിയുമ്പോൾ നമ്മൾ ഒന്നാണെന്നുള്ളൊരു ബോധം നമുക്കുണ്ടാകും, അഥവാ ഉണ്ടാകണം. നിങ്ങൾക്ക് യു എയിൽ കേരളത്തിലുള്ളവരെക്കാൾ കുറച്ചുകൂടി അതുണ്ടെന്ന് ഞാനങ്ങ് വിശ്വസിക്കുകയാണ്. അതുണ്ടാകണം. ഒരവയവം കഷ്ടം സഹിക്കുന്നെങ്കിൽ മറ്റേ അവയവവും കഷ്ടം സഹിക്കുന്നു. ഞാൻ ചില നാൾക്ക് മുമ്പ് ഓർക്കുന്നുണ്ട്, ഡോഹായിൽ ചെന്നപ്പോൾ ലേബർ ക്യാമ്പുകളിൽ പല മീറ്റിങ്ങുകൾക്ക് പ്രസംഗിക്കാൻ സഹോദരന്മാരെ കൊണ്ടുപോയി. സത്യം പറഞ്ഞാൽ ആ പാവങ്ങളുടെയൊക്കെ ഇരിപ്പും അവരുടെ പ്രതികരണമൊക്കെ കണ്ടപ്പോൾ എൻ്റെ കണ്ണുകൾ നിറഞ്ഞുപോയി. പ്രൈസലോ, നല്ല സുഖം അനുഭവിക്കുന്നവരുണ്ട്, അതേസമയം തന്നെ വളരെ കഷ്ടം അനുഭവിക്കുന്നവരുമുണ്ട്. നമ്മൾ ക്രിസ്തുവിൻ്റെ ആത്മാവിലായി കഴിയുമ്പോൾ ഒരു സമഭാവന, പ്രൈസലോ, മറ്റുള്ളവരെ കുറിച്ചും ഒരു കരുതൽ,
നമുക്കുണ്ടാകണം. യേശുവിൻ്റെ മനോഭാവം നമുക്കുണ്ടാകണം. പൗലോസ്ലീഹ ആ കാര്യത്തിൽ മുമ്പരായിരുന്നു. അദ്ദേഹം ഒരു ഭാഗത്ത് എഴുതി, ദരിദ്രരെ ഓർത്തുകൊള്ളണമെന്ന് അദ്ദേഹം എഴുതി. പ്രൈസലോ, അദ്ദേഹം വെറും ഒരു പ്രാസംഗികൻ മാത്രമല്ലായിരുന്നു. യെരുശലേമിലെ സഭ അതേ വേല ചെയ്യാതെ അവർക്ക് ഉണ്ടായിരുന്ന എല്ലാം കൂടി ഒന്നിച്ച് കൂട്ടിയിട്ട് ഭക്ഷണം കഴിച്ചതിൻ്റെ ഫലമായിട്ടൊരു പുവർ എക്കണോമിക് സിസ്റ്റമായിരുന്നു അവരുടേത്. അതുകൊണ്ട് മൂലധനം അങ്ങ് തീർന്നു പോയി. പിന്നെ വരുമാനവും ഇല്ലാതെ വന്നപ്പോഴത്തേക്ക് പട്ടിണിയായി. പിന്നെ അത് അവിടെ സഹായിച്ചത് പൗലോസ്ലീഹയാണ്. അദ്ദേഹം പോടത്തെല്ലാം കളക്ഷൻ എടുത്തു. അത് യെരുശലേമിലെ വിശുദ്ധന്മാരുടെ ബുദ്ധിമുട്ട് തീർക്കാനായിട്ട് അദ്ദേഹം അത് ഉപയോഗിച്ചതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. പ്രൈസ് ഗോഡ്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്നാന്ന് ചോദിച്ചാൽ, അവർ തമ്മിൽ കരുതലുള്ളവരും കരുണയുള്ളവരുമായിരുന്നു. ഇനി ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. അതിന് ഞാൻ പൗലോസ്ലീഹയുടെ ചില വാക്കുകൾ കടമെടുക്കാൻ പോവുകയാണ്. മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷയിൽ അന്യഭാഷ സംസാരിച്ചാലും ദൈവസ്നേഹമില്ലെങ്കിൽ ഒരു പ്രയോജനം. വയസ്സല്ലോ സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാനുള്ള വിശ്വാസം ഏറ്റെടുത്താലും ദൈവസ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല. അത് ഞാൻ ഇടയ്ക്കങ്ങ് ഓർപ്പിച്ചെന്നേ ഉള്ളൂ. അങ്ങനെ പരിശുദ്ധാത്മാവിനാലും ക്രിസ്തുവിൻ്റെ സ്നേഹത്താലും നയിക്കപ്പെട്ട ആളുകൾ ഒന്നിച്ചു കൂടിയിരുന്നു. അവര് ചില കാര്യങ്ങൾ, ചില ആചരണങ്ങൾ അവരവലംബിച്ചിരുന്നു. എന്ന് പറഞ്ഞാൽ അവരാദ്യമായിട്ട് കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചപ്പോൾ ആ ജനത്തിൻ്റെ നടുവിൽ അതൊന്ന് മാനിഫെസ്റ്റ് ചെയ്യണമല്ലോ, ഒന്ന് സാക്ഷിക്കണമല്ലോ. അതിനുവേണ്ടി കർത്താവ് വെച്ച ഒരു വ്യവസ്ഥയാണ് മുഴുകൽ സ്നാനം. നിങ്ങൾ കേട്ടിട്ടില്ലായിരിക്കാം, ഞാൻ പറയാം നിങ്ങളോട്. ഞാൻ ഹൂദായക്കാനോ എന്ന് പറഞ്ഞ പുസ്തകം നിങ്ങൾ ഒരു പാഠപുസ്തകം പഠിക്കുന്ന പോലെ പഠിച്ചവനാണ്. അതിൻ്റെ 2ാമത്തെ അധ്യായം തുടങ്ങുന്നത് ഇങ്ങനെയാണ്. യാക്കോബക്കാരുടെയും സുറിയാനിക്കാരുടെയും ഒക്കെ ഊദായക്കാനോൻ്റെ 2ാം അധ്യായം ഇങ്ങനെ തുടങ്ങുന്നത്: എപ്പിസ്കോപ്പന്മാരെ, വിശ്വസിക്കുന്നവരെ, ആറോ തൊട്ടിയോ കുഴിയോ ഒന്നുമില്ലെങ്കിൽ ഒരു കുടത്തിലെ വെള്ളമായാലും മതി മാമോദിസ മുക്കുവാൻ. ഗ്രിഗോറിയോസ് പാറപ്രായം എഴുതിയാണ്. പക്ഷെ അദ്ദേഹത്തിന് അബദ്ധം പറ്റി. കുടത്തിനകത്ത് മുങ്ങാൻ ഒക്കെയെന്ന് അദ്ദേഹം ചിന്തിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പം മുങ്ങണമെങ്കിൽ 6 തന്നെ വേണം. 6 ഉണ്ടെങ്കിൽ 6ന് മുൻഗണന കൊടുക്കണമെന്ന് എഴുതി വെച്ചിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആരെങ്കിലും പള്ളിയിൽ പോകുന്നവരുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട അച്ഛന്മാരെ കാണുമ്പോൾ ഇതൊന്ന് ചോദിച്ചേക്കണം. ഇങ്ങനെ ഒരു എക്സച്ചൻ വന്ന് ഞങ്ങളോട് പ്രസംഗിച്ചു. അദ്ദേഹം പറഞ്ഞത് ശരിയാണോ എന്നൊന്ന് ചോദിക്കണം. 2ാം അധ്യായം. പിന്നെ ഒത്തിരി കാര്യങ്ങൾ അതിനോട് ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. സ്നാനപ്പെടുന്ന സ്ത്രീ പുരുഷന്മാർ മോതിരങ്ങളാദിയായ ആഭരണങ്ങളൊക്കെ നീക്കം ചെയ്യണമെന്നൊക്കെ ആ ഉദായക്കാനോയിൽ എഴുതിയിരിക്കുന്നു. അതിനെ ഓർപ്പിച്ചെന്നേ ഉള്ളൂ. സ്നാനം ഒരിക്കലാണ്, ഒരിക്കൽ സ്നാനം. അത് കഴിഞ്ഞ് പലപ്പോഴും ചെയ്യേണ്ടതായ ചില കാര്യങ്ങളും കർത്താവ് തൻ്റെ സഭയിൽ അത് അനുശാസിച്ചു. അതാണ് ലോർഡ് സപ്പർ, കർത്തൃമേശ അല്ലെങ്കിൽ തിരുമേശ. ഈ പെന്തക്കോസിലേക്കൊക്കെ പോകുന്ന ആളുകളോട്, ഈ സമുദായ ബന്ധത്തിൽ നിൽക്കുന്ന പ്രിയപ്പെട്ടവർ ചിലപ്പോൾ ചോദിക്കാറുണ്ട്, ആട്ടോ നിങ്ങൾ ഞങ്ങളുടെ പള്ളിയിൽ നിന്നൊക്കെ പോയി, നിങ്ങൾ പോയി മുങ്ങുകയൊക്കെ ചെയ്തു, പക്ഷേ നിങ്ങൾക്ക് തിരുശരീരം ഭക്ഷിക്കാൻ ഒക്കുന്നുണ്ടോ? അപ്പം ചിലത് പറയും ശരിയാ, കിട്ടുന്നില്ല. തിരുശരീരം ഭക്ഷിക്കാൻ കിട്ടുന്ന എങ്ങനെയാ? ഞാൻ 2 ബൈബിൾ കോളേജുകളിൽ ഞാൻ കേരളത്തിൽ ക്ലാസ് എടുക്കുന്നുണ്ട്. അവിടുത്തെ സ്റ്റുഡൻസിനെ ഞാൻ ഈയിടെ പഠിപ്പിക്കുന്നു. 3 കർത്തൃ ശരീരങ്ങളെക്കുറിച്ച് പഠിക്കാമെങ്കിൽ കുർബാന എന്തുവാണ്, തിരുശരീരം എന്താണെന്നൊക്കെ മനസ്സിലാകും. 3 കർത്തൃ ശരീരങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയത്തിൽ ഓർമ്മയിൽ അത് ഫീഡ് ചെയ്യാൻ കഴിയുമെങ്കിൽ ഞാൻ പെട്ടെന്ന് അങ്ങ് പറഞ്ഞേക്കാം. 3 കർത്തൃ ശരീരങ്ങൾ. 1, കർത്താവ് ലോകത്തിൽ ജനിച്ചപ്പോൾ വചനം ജഡമായി തീർന്ന ഒരു ശരീരമുണ്ടല്ലോ, മറിയയിൽ നിന്ന് എടുത്തതെന്നല്ല വേദോസ്തയിൽ എഴുതിയിരിക്കുന്നത്. പള്ളിക്ക് അങ്ങനെ ചൊല്ലുന്നുണ്ട്, മറിയയിൽ നിന്ന് ജഡം എടുക്കുകയും എന്ന് പറയുന്നെങ്കിലും വചനത്തിൽ പറയുന്നത് വചനം ജഡമായി തീർന്നു. ഒരു കോൺട്രിബ്യൂഷൻ കൂടാതെ വചനം ജഡമായി തീർന്നു. ആ ശരീരമാണ് ഗെത്സെമനാൻ തോട്ടത്തിൽ നെടുമ്പാട് വീണ് അതേ വ്യഥ അനുഭവിച്ചത്. ആ ശരീരമാണ് അതേ പങ്കപ്പാടുകൾ സഹിച്ചത്. ആ ശരീരമാണ് 3 ആണികളുടെ മേൽ 2 കള്ളന്മാരുടെ നടുവിൽ തൂക്കപ്പെട്ടത്. ആ ശരീരമാണ് മരിച്ച് യൗസേപ്പിന്റെ കല്ലറയിൽ അടക്കപ്പെട്ടത്. ആ ശരീരമാണ് ഉയർത്തത്. ആ ശരീരമാണ് ബെഥാന്യമലയുടെ മുകളിൽ നിന്ന് സ്വർഗത്തിലേക്ക് പോയത്. ആ ശരീരത്തോടുകൂടി തന്നെ ആയിരിക്കും മടങ്ങി വരുന്നത്.
കർത്താവിൻ്റെ ശരീരം ഭക്ഷിക്കുമെന്ന് പറയുന്ന എൻ്റെ സഹോദരങ്ങളോട് ഞാനൊന്ന് ചോദിച്ചോട്ടെ, കോമൺ സെൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ നമ്മൾ കർത്താവിൻ്റെ ശരീരം ഇവിടെ എന്നും ഭക്ഷിക്കുമ്പം കർത്താവ് അങ്ങ് എല്ലായിട്ട് മാറുകയില്ലേ? മനസ്സിലായോ? ഇപ്പം നിങ്ങളെല്ലാം കൂടി എൻ്റെ ശരീരം കുറച്ച് അങ്ങ് തിന്നുകാന്നിരിക്കട്ടെ, ഒടുവിൽ എനിക്ക് ശരീരം കാണുകയില്ല. അപ്പം കർത്താവിൻ്റെ പേഴ്സണൽ ബോഡി നമ്മൾ കുർബാന എന്നുള്ള നിലയിൽ കഴിക്കുകയാണെങ്കിൽ കർത്താവിൻ്റെ ശരീരത്തിൽ കുറവ് വരണം. കർത്താവിൻ്റെ ഇൻഡിവിജ്വൽ ബോഡി, പേഴ്സണൽ ബോഡി കുറയുകയില്ല. കാരണം ആ ശരീരം ആർക്കും തിന്നാൻ കൊടുക്കുകയില്ല. കുർബാനയിൽ ആ ശരീരം തിന്നുമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ മിഥ്യയാണ്. രണ്ടാമത്തെ കർത്ത ശരീരം പറയാൻ പോവുകയാണ്. സഭയാകുന്ന ശരീരം സകലം നിറയ്ക്കുന്നവന്റെ നിറവായ അവന്റെ ശരീരമായി സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. കർത്താവിൻ്റെ ഫുൾനെസ് അല്ലെങ്കിൽ അവൻ്റെ നിറവെല്ലാം കൂടെ അതേ നിറച്ചു വച്ചിരിക്കുന്ന ശരീരമാണ് സഭ. അവൻ അവൻ ചെറുസായിരിക്കുമ്പോൾ അവൻ്റെ ശരീരമാണ് സഭ. അപ്പോൾ കർത്താവിൻ്റെ ശരീരം ഭക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ സഭയാകുന്ന ശരീരത്തെയും തിന്നാനൊക്കത്തില്ല. യു ഫോളോ? വേറൊന്നും നിങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിലും ഇത് മനസ്സിലാക്കി പോയാൽ എനിക്ക് സന്തോഷമായിരുന്നു. കർത്താവിൻ്റെ പേഴ്സണൽ ബോഡി തിന്നാനൊക്കത്തില്ല. സഭയ്ക്ക് പറയുന്നത് മാർമിക ശരീരമെന്നാണ്, മിസ്റ്റിക്കൽ ബോഡി എന്നാണ്. മിസ്റ്ററി എന്നുള്ള വാക്കിൽ നിന്ന് വന്നൊരു വാക്കാണ് മിസ്റ്റിക്കൽ ബോഡി. സഭ ഒരു മാർമിക ശരീരമാണ്. നമ്മൾ പള്ളികളിൽ കുർബാന അനുഭവിക്കുമ്പോൾ സഭയാകുന്ന ശരീരവും തിന്നാനൊക്കുന്നില്ല. അപ്പോൾ നമ്പർ 1, കർത്താവിൻ്റെ ആളത്വ ശരീരം തിന്നാനൊക്കത്തില്ല. അവൻ്റെ മാർമിക ശരീരമാകുന്ന സഭയെയും തിന്നാനൊക്കത്തില്ല. പിന്നെ കർത്താവ് ഇതെൻ്റെ ശരീരം എന്ന് പറഞ്ഞത് എന്താണ്? എന്താ പിന്നെ നമുക്ക് തിന്നാൻ സാധിക്കുന്നത്? അത് പറയാം. അത് ആ കർത്താവായ യേശു ക്രിസ്തു ആകുന്ന ശിരസും തന്നോട് പറ്റിച്ചേർന്ന് നിൽക്കുന്ന അവൻ്റെ മാർമിക ശരീരമാകുന്ന സഭയും തമ്മിലുള്ള ബന്ധത്തെ സാദൃശീകരിക്കുന്നതായ അടയാള ശരീരം അല്ലെങ്കിൽ സിംബോളിക് ബോഡി എന്ന് പറയുന്ന ആ അപ്പമാണ് നമുക്ക് തിന്നാൻ കഴിയുന്നത്. ഇപ്പോഴോ നിങ്ങളുടെ മനസ്സിൽ പതിഞ്ഞോ? അത് ആളത്വ ശരീരം തിന്നാനൊക്കത്തില്ല, സഭയാകുന്ന മാർമിക ശരീരവും തിന്നാനൊക്കത്തില്ല. ഈ ബന്ധങ്ങളെ കൂട്ടിച്ചേർക്കുന്ന ഒരു അടയാള ശരീരമുണ്ട്, അതാണ് ഈ അപ്പം. അത് തിന്നാം. പ്രൈസലോ. അതുകൊണ്ട് യേശുവിൻ്റെ ശരീരം തിന്നാനൊന്നും ആരും പോകരുത്. പ്രൈസലോ. അത് തന്നെയുമല്ല, ഞാൻ കുർബാന ചൊല്ലിയിട്ടുള്ള ആളല്ലേ. കുർബാനയൊക്കെ ചൊല്ലിക്കഴിഞ്ഞും അത് അപ്പമായിട്ട് തന്നെ ആയിരിക്കുന്നത്. ലാബറട്ടറി കൊണ്ട് പരിശോധിച്ചാലും മാംസത്തിൻ്റെ യാതൊരു ഗുണവും അതിനകത്തില്ല. വീഞ്ഞായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ട്രാൻസബ്സ്റ്റാൻറ്റിയേഷൻ ഉണ്ടാകുന്നില്ല, പദാർത്ഥമാറ്റം ഉണ്ടാകുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇനി അത് പറഞ്ഞാലും നിങ്ങൾ തെറ്റിക്കരുത്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് എപ്പോഴും ഡു ഇറ്റ് ഇൻ റിമെമ്പറൻസ് ഓഫ് മീ, എന്നെ അനുസ്മരിക്കുന്നതിന് വേണ്ടി ഇത് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് ഒരു അനുഷ്ഠാനം കൽപ്പിച്ചു കൊടുത്തു. അതിനാണ് വേർപെട്ട സഭകൾ കർത്തൃമേശ, തിരുമേശ എന്നൊക്കെ പറയുന്നത്. അത് വൈകിട്ട് സ്ഥാപിച്ച കൊണ്ടാ രാത്രി ഭോജനം എന്ന് പറയുന്നത്. ചില പാവങ്ങൾ വലിയ പിടിവാശി, അത് രാത്രിയിലേ പറ്റുള്ളൂ. ഞാനതിലേക്കൊന്നും കടക്കുന്നില്ല. അത് പകലും നടത്താവുന്ന, രാത്രി സ്ഥാപിച്ചത് കൊണ്ട് രാത്രിയിലേ ആകാമെന്നൊന്നുമില്ല. എന്നിട്ട് അതിൻ്റെ കാലാവധി കൂടെ നിങ്ങൾ കേൾക്കണം. ഞാൻ വരുന്നത് വരെ ടൈം ലിമിറ്റ് ഉണ്ട്. നിത്യമായ പ്രാധാന്യമുള്ള ഒരു കാര്യമാണെങ്കിൽ അതിന് ലിമിറ്റ് വെക്കാനൊക്കത്തില്ല. ഞാൻ വരുന്നത് വരെ എന്ന് പറഞ്ഞാൽ ഞാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ കർത്തൃമേശ ഇല്ലെന്ന്. ഞാൻ വരുന്നത് വരെ മാത്രമേ അതിന് പ്രാധാന്യമുള്ളൂ എന്ന്. പ്രൈസലോ. വല്യമ്മച്ചി മോൻ പട്ടാളത്തിൽ പോയപ്പോൾ അമ്മച്ചിക്ക് ഒരു മോനേ ഉള്ളൂ. മോൻ്റെ ഫോട്ടോയും എടുത്ത് നോക്കിക്കൊണ്ടിരുന്നു. എന്നാൽ മോന് അവധിക്ക് വന്നു കഴിഞ്ഞപ്പം അമ്മച്ചി ഫോട്ടോ നോക്കിക്കൊണ്ടിരിക്കുമോ? പ്രൈസലോ. ഫോട്ടോ എടുത്ത് ദൂരെ കളഞ്ഞേച്ച് ഓടിച്ചെന്ന് മോനെ കെട്ടിപ്പിടിക്കും. ഞാൻ വരുന്നത് വരെ എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീനെന്ന് പറഞ്ഞു. പ്രൈസലോ. പരിടമാം പാഴ്മണലിൽ പാർത്തിടും ഞാൻ നിന്തണലിൽ മണലിൽ പാർത്തിടും ഞാൻ നിന്തണലിൽ മരണദിനം വരുമളവിൽ മറഞ്ഞിടും ഞാൻ
വീടത്തിൽ മരണദിനം വരുമളവിൽ മറഞ്ഞിടും ഞാൻ നിന്മാർവിടത്തിൽ. ഓക്കെ, നമുക്ക് വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. പ്ലീസ് എല്ലാവരും കർത്താവിൽ നിന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കണം. കർത്താവ് സ്ഥാപിച്ച സഭയുടെ ഒരു ഏകദേശ രൂപം നിങ്ങൾക്ക് കിട്ടിയല്ലോ. യെരുശലേം ദേവാലയം ഉണ്ടായിരിക്കുമ്പോൾ തന്നെ ഇൻ ദ ഹൗസ് ഓഫ് മർക്കോസിന്റെ വീട്ടിലാണ് ഇത് സ്ഥാപിതമായത്. അത് കഴിഞ്ഞത് തുടരുമ്പോൾ അതിന്റെ താഴെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ വീടുകളിൽ അപ്പം നുറുക്കിക്കൊണ്ടെന്ന് എഴുതിയിരിക്കുന്നു. ദിസ് ഇസ് എ ഹൗസ് ഹോൾഡ് ചർച്ച്. പൈസലോ യെരുശലേം ദേവാലയം പോലെ ഔദ്യോഗികമായ ഒരു ദേവാലയം ഈ സഭയ്ക്ക് ആവശ്യമില്ല. മറിച്ച് വേദപുസ്തക ഭാഷ അറിയാവുന്നവർക്ക് വേണ്ടി ഞാൻ പറയട്ടെ, സഭ ദേവാലയത്തിനകത്താണ് നല്ല വേദപുസ്തകം പറയുന്നത്. സഭയാം ദേവാലയം എന്നാണ് പറയുന്നത്. സഭയാം ദേവാലയം. The church itself is a temple. സഭ അതിൽ തന്നെ ഒരു ആലയമാണ്. അത് വേറൊരു ആലയത്തിനകത്ത് കയറ്റി വെക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഈ പഴയ നിയമത്തില് ഈ വേഷമിട്ട പുരോഹിതന്മാര്, അതുപോലെ തന്നെ സെറ്റപ്പാർട്ട് ചെയ്തതായ ഗംഭീരമായ ആലയം, പിന്നെ അതുപോലെ തന്നെ വൈവിധ്യങ്ങൾ അടങ്ങുന്നതായിട്ടുള്ള ആചാര്യന്മാരുടെ കർമ്മ പദ്ധതികൾ, ഇതെല്ലാം എന്തിനാ ദൈവം തമ്പുരാൻ അനുവദിച്ചു കൊടുത്തതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ നിങ്ങളോട് പറയാം. അതായത് കർമ്മമാർഗത്താൽ നീതീകരണം പ്രാപിക്കാമോ എന്ന് സാത്താന്റെ പ്രേരണയോടുകൂടെ കായേൻ ആദ്യമായിട്ട് ഒരു ചെറിയ പരിശ്രമം നടത്തി നോക്കിയതാണ്. ജസ്റ്റിഫിക്കേഷൻ ബൈ വർക്ക്. പ്രവർത്തനത്തിന്റെ ഫലമായി ദൈവസന്നിധിയിൽ എത്താമോ എന്ന് കായേൻ ഒരു പരിപാടി നോക്കിയതാ. ഹാബേൽ അതിന് കൂട്ടുന്നില്ല. ഹാബേൽ വെളിപ്പാടിന്റെ മാർഗത്തിൽ കൂടെ പോയത്. അതുകൊണ്ട് ദൈവം തമ്പുരാൻ എന്ത് ചെയ്തെന്നറിയാമോ? ഈ കായേൻ പരീക്ഷിച്ച് നോക്കിയ കർമ്മ പദ്ധതി പഴയ നിയമം എന്നുള്ള പേരിൽ മനുഷ്യവർഗത്തിന് അങ്ങ് അനുവദിച്ചു കൊടുത്തു. നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി നോക്ക, യാഗങ്ങള്, വഴിപാടുകള്, കർമ്മപദ്ധതികളെല്ലാം നിങ്ങളങ്ങോട്ട് പ്രയോഗിച്ച് നോക്കിയിട്ട് ദൈവത്തെ നീതീകരിക്കാൻ സാധിക്കുമോ എന്ന് അനുഭവിച്ചറിഞ്ഞേച്ച് വിവരം പറയാനായിട്ട് അവർക്ക് കൊടുത്ത ഒരു കാലയളവാണ് ന്യായപ്രമാണം. ഞാനൊരു കൊച്ചു ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ, സന്തോഷമുള്ളവർക്ക് പറയാം. പഴയ നിയമം അവസാനിക്കുമ്പോൾ, അതായത് 39 പുസ്തകങ്ങൾ അവസാനിക്കുമ്പോൾ ഒടുവിലത്തെ പുസ്തകം ഏതാന്ന് ആർക്കെങ്കിലും പറയാമോ? ധൈര്യമായിട്ട് പറഞ്ഞാട്ടെ. മലാഖി പ്രവചനത്തിലെ മലയാളം പരിഭാഷയിലെ ഒടുവിലത്തെ വാക്ക്, അതായത് പഴയ നിയമം തീരുമ്പോൾ നമ്മൾ കേൾക്കുന്ന ഒടുവിലത്തെ വാക്ക് ഓർമ്മയുള്ളവർക്ക് പറയാം. വാക്കാ എനിക്ക് കേൾക്കേണ്ടത്, വാചകം കേൾക്കണ്ട. ഉറക്കെ പറഞ്ഞാട്ടെ. നിരപ്പിക്കും. ഞാനിവിടെ ഭാഷ പഠിപ്പിക്കാൻ വന്നയാളല്ല, നിങ്ങൾക്ക് എന്നേക്കാൾ ഭാഷയൊക്കെ അറിയാവുന്നവരുണ്ട് ഇവിടെ. നിരപ്പിക്കും എന്ന് പറയുന്നത് പാസ്റ്റ് ടെൻസ് അല്ല, പിന്നെന്തുവാ? ഫ്യൂച്ചർ ടെൻസ് ആണ്. നിരപ്പിച്ചു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ കാര്യം സാധിച്ചെന്ന് വന്നേനെ. നിരപ്പിക്കുമെന്നാ പറയുന്നത്. അപ്പൊ പഴയ നിയമത്തിന്റെ സകലവിധമായ തന്ത്രങ്ങളും തത്രപ്പാടുകളും പയറ്റിയിട്ടും ഒടുവിൽ പഴയ നിയമം അവസാനിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുന്നത് നിരപ്പിക്കുമെന്ന്. എന്ന് പറഞ്ഞാൽ നിരന്നില്ലെന്ന്, കാര്യം നടന്നില്ലെന്ന്. ഇതാണ് അപ്പോസ്തലൻ, മഹാജ്ഞാനിയായ പൗലോസ് അപ്പോസ്തലന്റെ അടുത്ത് പ്രയോഗിച്ചത്. ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപജടത്തിന്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു. യേശു കാൽവറിയിൽ 7 മൊഴികൾ പറഞ്ഞല്ലോ. ഞാൻ കൊച്ചായിരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ചാകാൻ നേരത്ത് വല്ലതും പറയല്ലേ, അതുപോലൊക്കെ പറഞ്ഞായിരിക്കും എന്നാ ഓർത്ത്. പിന്നെ ഞാൻ ഇപ്പം ചില യോഗങ്ങളിൽ പറയാറുണ്ട്, ചാകാൻ നേരത്ത് ഒരു നല്ല വാചകം പറയാനായിട്ട് നമ്മൾ കാണാൻ പഠിച്ച് ഉരുവിട്ടുകൊണ്ട് നടന്നാലും ചാകാൻ നേരത്ത് വേറെ വല്ലതും ആയിരിക്കും പറയും. എന്നാൽ യേശുവിൻ്റെ 7 മൊഴികൾ അങ്ങനൊന്നും അല്ലായിരുന്നു. അത് നേരത്തെ പ്രവാചകന്മാർ മുഖാന്തരം പ്രീഡിക്റ്റ് ചെയ്ത വചനങ്ങൾ കോട്ട് ചെയ്താ താൻ മരിച്ചത്. ഏറ്റവും ഒടുവിൽ പറഞ്ഞത് ഫിനിഷ്ഡ് എന്നാണ്, തീർന്നു. ന്യായപ്രമാണത്തിന് പറയാൻ കഴിയാത്ത ഒരു വാക്ക് പറഞ്ഞാണ് യേശു ജീവൻ വിട്ടത്. നിവർത്തിയായി. നിവർത്തിക്കാൻ ന്യായപ്രമാണത്തിന് കഴിഞ്ഞില്ല, എന്നാൽ യേശുവിന് കഴിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. കർത്താവിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പൊ ന്യായപ്രമാണത്തിന്റെ കർമ്മ പദ്ധതികളൊക്കെ വെറുതെ ആയിപ്പോയി.
മൂന്ന് യെരൂശലേമിന്റെ വാലയങ്ങളും തകർന്ന് തരിപ്പണമായി പോയി. നിങ്ങൾക്ക് എന്നേക്കാൾ കൂടുതൽ അറിയാം. അതിൻ്റെ സ്ഥാനത്ത് വേറെ പള്ളിയൊക്കെയാണ് ഇപ്പം നിൽക്കുന്നത്. എന്നാൽ അതിൻ്റെ സ്ഥാനത്ത് യേശു സഭയാം ദേവാലയം സ്ഥാപിച്ചു. ഹല്ലേലൂയ. ഇനിയും ദൈവത്തിൻ്റെ കർമ്മപരിപാടിയിൽ സഹസ്രാബ്ദ ആഴ്ചയിൽ യഹൂദൻ്റെ ഒരു ആലയം ഉണ്ടാകുമെന്നൊക്കെ ഒരു വശമുണ്ട്. അത് അവിടെ മാറിയിരിക്കട്ടെ, അതിലേക്ക് കടന്നു പോകാൻ ഇപ്പം നമുക്ക് സമയമില്ല. അപ്പം സഭയെന്ന് പറയുന്നത് ഒരു വലിയ കെട്ടിടത്തിൽ നടക്കുന്ന ഒരു പരിപാടിയല്ല, അത് വീടുകളിലേക്ക് ഇറങ്ങി ചെല്ലുന്നതാണ്. നിങ്ങളുടെ വീട്ടിലൊരു ചിലടത്ത് നിങ്ങൾ വായിച്ചില്ലേ, ഒരാളുടെ വീട്ടിലെ സഭയ്ക്കും വന്ദനം ചൊല്ലുന്നത്, വീട്ടിലെ സഭയ്ക്കും വന്ദനം ചൊല്ലുന്നു. ഈ ചിലടത്ത് എന്നാ ഉണ്ടല്ലോ, ഈ വലിയ 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 ആൾക്കൂട്ടത്തിൽ മാത്രമേ ഉള്ളൂ ആരാധന. അതും ഒരു അപകടമാകട്ടോ. ആൾക്കൂട്ടത്തിൽ മാത്രം ആരാധന പ്രാക്ടീസ് ചെയ്താൽ വീട്ടിൽ ചെല്ലുമ്പം കൊഴിയും, വീട്ടുകാര്യമായിട്ട് പിണങ്ങേണ്ടി വരും. എന്നാൽ ഈ യോശുവ എന്ത് എന്നറിയാമോ? ആ വീരൻ ഇസ്രായേൽ മക്കളെ പറഞ്ഞയക്കാൻ നേരത്ത് പറഞ്ഞു, ഞങ്ങളുടെ കുടുംബത്തിലും ആരാധന ഉണ്ടെന്ന് പറഞ്ഞു. ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ ആരാധിക്കുമെന്ന് ഒന്ന് പറഞ്ഞേ. എൻ്റെ പാവപ്പെട്ട കൂട്ടാളിയും എനിക്ക് തമ്പുരാൻ തന്ന കുഞ്ഞുങ്ങളുമായിട്ട് ഞങ്ങൾ വീട്ടിൽ ആരാധിക്കുമെന്ന് പറയാൻ സന്തോഷമുള്ള ഒരു കൈകളെ ഒന്ന് ഉയർത്തി. ആമേൻ, ഹല്ലേലൂയ. അപ്പൊ സഭ, പുതിയ നിയമസഭ എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അതിന് വലിയ കർമ്മ പദ്ധതികളൊന്നുമില്ല. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഈ പ്രസംഗത്തിലെ ഈ വളിപ്പ് പറയില്ലെങ്കിലും ഇച്ചിരി അറിയാതെ ചില സെൻസ് ഓഫ് ഹ്യൂമർ പറയാറുണ്ട്. ഈയിടെ ഞാൻ പ്രാർത്ഥനയെക്കുറിച്ച് ഒരിടത്ത് പ്രസംഗിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ലാസറിൻ്റെ കല്ലറയ്ക്കൽ നമ്മളെ ആരെ കൊണ്ടെങ്കിലും പ്രാർത്ഥിപ്പിക്കായിരുന്നെങ്കിൽ ലാസർ 5-ാം ദിവസത്തിലേക്ക് കടന്നേനെ പറഞ്ഞാൽ നിർത്താൻ അറിയത്തില്ല. കർത്താവ് ചുരുക്കം ടെലഗ്രാം അടിക്കുന്ന പോലെയാ പ്രാർത്ഥിച്ചത്. ലാസർ എഴുന്നേറ്റ് വരികയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. വലിയ എഴുതപ്പെട്ട പ്രാർത്ഥനകളോ നീണ്ട ക്രമങ്ങളോ ഒന്നും പുതിയ നിയമത്തിലില്ല. മനസ്സ് തുറന്ന അതേ ചില വാക്കുകളാണ്. എന്നോട് ഈയിടെ ഒരാൾ ചോദിച്ചു, ഈ കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന എന്താ ചൊല്ലാത്തത്? അതിനെക്കുറിച്ച് ഞാൻ ഇവിടെ ഇടയ്ക്ക് ക്ലാസ് എടുക്കുകയൊക്കെ ചെയ്തു, പറയാൻ സമയമില്ല. ഈ ഞങ്ങളൊക്കെ കല്യാണ ശുശ്രൂഷ നടത്തി കൊടുത്തിട്ടുണ്ട്. ചെറുക്കനും പെണ്ണും ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ അവരെ വേദിയിൽ വെച്ച് ആദ്യം സംസാരിക്കുന്നത് ഞങ്ങൾ ചൊല്ലിക്കൊടുത്ത വാചകത്തിൽ കൂടെ, തോമസാകുന്ന ഞാൻ, തോമസാകുന്ന ഞാൻ, മറിയാമിയാകുന്ന നിന്നെ, മറിയാമിയാകുന്ന നിന്നെ, ഇന്നു മുതൽ. അപ്പം ഞങ്ങൾ ചൊല്ലിക്കൊടുത്ത വാചകം കടമെടുത്താണ് അവർ സംസാരിക്കുന്നത്. എന്നിട്ട് അവർ വീട്ടിൽ ചെല്ലുമ്പോഴും തോമസാകുന്ന ഞാൻ, തോമസാകുന്ന ഞാൻ. അങ്ങനല്ല, അവിടെ ചെന്ന് കഴിയുമ്പോൾ അവരുടെ സ്വന്തമായ വാചകത്തിൽ അവർ സംസാരിക്കും. വൈസലോ. പുതിയ നിയമസഭയിലെ പ്രാർത്ഥന എന്ന് പറയുന്നത് എക്സ്റ്റംബർ പ്രയറാണ്. ഹൃദയത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് അപ്പോഴപ്പോൾ ഉദിപ്പിക്കുന്ന സ്വകാര്യ വാക്കുകൾ ഉപയോഗിച്ചുള്ള പ്രാർത്ഥനയാണ്. ഹല്ലേലൂയ. സഭയുടെ ഒരു ഏകദേശ രൂപം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടായിരിക്കും അല്ലേ? ഇനി ഇടയ്ക്ക് ഒരു കാര്യം പറയാം. ചില വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ വേഷം ഇതല്ലായിരുന്നു. പൈസലോ. ഞാനിപ്പം മനുഷ്യൻ്റെ രൂപത്തിലായിരിക്കല്ലേ. എന്താ ഇങ്ങനെ വരാൻ കാര്യമെന്നറിയാമോ? ഞാൻ സഭാചരിത്രം പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, AD 3 നൂറ്റാണ്ട് വരെയും the Church of God was very simple in its teachings and output. അതിൻ്റെ ബാഹ്യമായ വേഷവിധാനങ്ങളിലും അതിൻ്റെ ശുശ്രൂഷാക്രമങ്ങളിലുമെല്ലാം സഭ വളരെ ലളിതമായിരുന്നു, വളരെ സിമ്പിളായിരുന്നു. അതിനെ പിന്നെ സങ്കീർണമാക്കി തീർത്തത്, അതിനെ ഇങ്ങനെ ഇന്നത്തെ ഈ പരുവത്തിലാക്കി തീർത്തത് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയാണ്, കുസ്തന്തീനോസ് ചക്രവർത്തിയാണ്. അയ്യോ, നമ്മുടെ പള്ളിയിലെ പ്രിയപ്പെട്ട അച്ഛന്മാരും നമ്മുടെ വിശ്വാസികളും ഒക്കെ വിചാരിക്കുന്നത് കുസ്തന്തീനോസ് ചക്രവർത്തി ആ സഭയെ രക്ഷിച്ചെന്നാണ്. ഈയിടെ ഒരു അപ്പച്ചൻ അങ്ങോട്ട് പെന്തക്കോസുകാരോടൊക്കെ വലിയ വിരോധമുള്ള ഒരു അപ്പച്ചൻ അങ്ങോട്ട് വിശ്വാസ പ്രമാണം ചൊല്ലിയപ്പം ആവേശം കയറിയപ്പോൾ അപ്പച്ചൻ ഇങ്ങനെ ചൊല്ലിയത്, നിക്കായാലും കുസ്തന്തീനോസിലും പോലീസിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പോലീസിൽ വിശ്വസിക്കുന്നു. പോലീസ് എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് ഭാഷയിൽ എനിക്ക് ഇച്ചിരി ഗ്രീക്കൊക്കെ അറിയാം. സിറ്റി എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. മെട്രോപൊളിറ്റൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ ഒരു പട്ടണത്തിലെ പ്രധാനപ്പെട്ട ഒരു അധികാരി എന്നാണ്. പ്രൈസലോ. കുസ്തന്തീനോസ് സ്ഥാപിച്ച ഒരു പട്ടണമായതുകൊണ്ട് ആ കുസ്തന്തീനോസ് പോലീസ് എന്ന് പറഞ്ഞത് അതൊക്കെ വേറെ വിഷയങ്ങളാണ്. കുസ്തന്തീനോസ് ചക്രവർത്തി 3-ാം നൂറ്റാണ്ടിൻ്റെ അവസാന ഭാഗത്ത് സഭയ്ക്കകത്തോട്ട് കയറി വന്നത് നാട്ടുകാരുടെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മുടെ ശനിപ്പഴയായിട്ട് മാറി. സഭയുടെ ഡിഫൻഡർ അല്ല കുസ്തന്തീനോസ് ചക്രവർത്തി, സഭയ്ക്ക് ദോഷം ചെയ്ത ആളാണ്. എൻ്റെ കയ്യിൽ
യാക്കോബായ സഭ പബ്ലിഷ് ചെയ്ത പാമ്പാടി തിരുമേനി എന്ന് പറയുന്ന സാത്വികനായ മെത്രാപ്പോലീത്ത ആശീർവദിച്ച് പബ്ലിഷ് ചെയ്തതായ പുസ്തകം എൻ്റെ വീട്ടിൽ ഷെൽഫിലുണ്ട്. വീട്ടിൽ വരാമേ എടുത്ത് കാണിക്കാം, ഒരു ചായയും തരാം. വയസ്സല്ലോ. ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന കേൾക്കണോ? കുസ്തന്തീനോസ് ചക്രവർത്തി നല്ല മനസാക്ഷിയോടെ സഭയ്ക്കകത്ത് കടന്നു വന്നവനല്ല, അവൻ തന്ത്രപരമായി സഭയെ കയറിയവനാണ്. അവൻ സുന്നകദോസുകൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നിക്കായാലും കുസ്തന്തീനോസ് അവൻ ഇവിടെയൊക്കെ ഈ കൗൺസിൽസ്, ജനറൽ കൗൺസിൽസ് നടത്തുന്ന സമയത്ത് പോലും അയാൾ സ്നാനമേറ്റിരുന്നില്ല. നോർത്തു നോക്കി, അയാൾ കൗൺസിലുകൾ നടത്തുന്ന സമയത്ത് പോലും അയാൾ സ്നാനമേറ്റ ക്രിസ്ത്യാനിയല്ലായിരുന്നു. ഒടുവിൽ ആരാണ്ട നിർബന്ധം അനുസരിച്ച് മരണക്കിടക്കയിൽ വെച്ച് അയാൾക്ക് സ്നാനം കൊടുത്തതാണ്. ഇത് വല്ലവരും അറിയുന്നുണ്ടോ ഈ വിവരങ്ങളൊക്കെ? ഈ മനുഷ്യനാണ് ജാതികളുടെ ഉപദേശങ്ങളും യഹൂദന്മാരുടെ സമ്പ്രദായങ്ങളും എല്ലാം കൂടെ മിക്സ് ചെയ്തുകൊണ്ടുള്ളതായ വേഷവിധാനങ്ങൾ സഭയ്ക്കകത്തോട്ട് കടത്തിയത്. പട്ടക്കാർക്ക് ഇങ്ങനെ മേൽക്കുമേൽ വസ്ത്രങ്ങൾ ധരിക്കാമെന്നുള്ളത് യഹൂദ മര്യാദയിൽ നിന്നും ജാതികളിൽ നിന്നും കടമെടുത്ത ആചാരങ്ങൾ കൊണ്ടുണ്ടാക്കിയതാണ്. ഇടയ്ക്ക് ഇങ്ങനെ കുറേ നാളുകൾക്ക് മുമ്പ് നമ്മുടെ ഒരു അപ്പച്ചന് ഈ ഗൾഫിൽ മക്കളുടെ ഇവിടെ വന്നതിനെക്കുറിച്ച് നാട്ടുപുറത്ത് ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പച്ചന് മക്കളെ ജോലി ചെയ്യുന്ന UAE മറ്റോ വായിക്കാമെന്ന് തോന്നുന്നു. വന്ന് മക്കളുടെ കൂടെ കുറച്ച് ദിവസം താമസിച്ച് നാട്ടിൽ വന്ന് പറഞ്ഞ ഇങ്ങനെയാണ്: ഇവിടെ വല്ലപ്പോഴും അവരച്ഛനെ കാണുന്നു, അവിടെ നോക്കുന്നിടത്ത് എല്ലാ അച്ഛന്മാരാ. കാരണം ഇവിടുത്തെ ആവറേജ് വേഷമാണ്. ഈ വേഷം സഭയ്ക്കകത്തോട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്തതാണ്, പറിച്ചു നട്ടതാണ്. ദൈവസഭയ്ക്ക് ഔദ്യോഗിക വേഷമില്ല. ദൈവസഭയുടെ നടത്തിപ്പുകാർക്ക് ഔദ്യോഗിക വേഷമില്ല, ഔദ്യോഗിക കൂദാശകളില്ല, ക്രമപ്പെടുത്തി വച്ചിരിക്കുന്ന ക്രമങ്ങളില്ല. പ്രൈസ് ദി ലോർഡ്. ഇതൊക്കെ ആരാ പറഞ്ഞ് മനസ്സിലാക്കുന്നത്? അവർക്ക് കൂദാശ ചെയ്ത പള്ളികളില്ല, വില നിശ്ചയിച്ച കർമ്മങ്ങളില്ല. വെരി സിമ്പിൾ. സഭയുടെ പാറ്റേൺ മുമ്പേ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിച്ചല്ലോ. വീടുകളിൽ ആരാധിച്ച് അപ്പം നുറുക്കി പ്രാർത്ഥിച്ച് നല്ല മനസാക്ഷിയോടുകൂടെ ജീവിച്ചു പോയവര്. അതുപോലെ തന്നെ വല്ലപ്പോഴും അവസരം കിട്ടിയാൽ നമ്മൾ ഒന്നാണെന്ന് കാണിക്കുന്നതായ മ്യൂച്വൽ ഫീറ്റ് വാഷിങ് അല്ലെങ്കിൽ കാല് കഴുകുന്ന പാദപ്രക്ഷാളന ശുശ്രൂഷയുമുണ്ട്. അത് പട്ടസഭകൾ എന്ത് ചെയ്യുന്നറിയാമോ? അവരത് വൺ വേ ആക്കി. പല കാലത്തും പള്ളിയിൽ ഒരു കാലുകെട്ടലുണ്ടെങ്കിൽ കൊച്ചു പിള്ളേരെ കൊണ്ടുവന്ന് അവിടെ കാലൊക്കെ നല്ല വെള്ളിക്കൂട്ട പോലെ നേരത്തെ കഴുകി ഭംഗിയാക്കി വെച്ച് മെത്രാച്ചൻ്റെ അടുക്ക് കൊണ്ടുപോയിട്ട് അദ്ദേഹം അവരുടെ കാല് കഴുകി വിടും. അത് കർത്താവ് സ്ഥാപിച്ച അങ്ങനല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും കാല് കഴുകാൻ. അങ്ങോട്ടും ഇങ്ങോട്ടും കാല് കഴിയാനുള്ള ഗുണം എന്നാന്ന് ചോദിച്ചാൽ ഒന്നിൽ രണ്ടു കൂട്ടരും വലിയവർ, അല്ല രണ്ടു കൂട്ടരും ഒരുപോലെ സമന്മാരാണെന്ന് കാണിക്കണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാല് കഴിയെങ്കിലേ സാധിക്കുകയുള്ളൂ. ചുരുക്കി പറഞ്ഞ കർത്താവ് സ്ഥാപിച്ചത് ലളിത സുന്ദര മനോഹരമായ ഒരു സഭയാണ്. അതിനെ നമ്മൾ ഔദ്യോഗികമായി മാറ്റിയതാണ് നമുക്ക് വന്ന തകരാറ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ സമയം ഇങ്ങനെ ഓടിപ്പോകുന്നതുകൊണ്ട് ഞാനും ഒരു കാര്യം ചെയ്യാം. ഞാനും കമ്പിവാക്കൾ പോലെ ഒരു കാര്യം പറഞ്ഞു നിർത്താം. ഇപ്പോൾ സഭ ലോകത്തിലായിട്ട് നൂറ്റാണ്ടുകൾ കഴിയുന്നുണ്ട്. എന്നാൽ സഭ എന്നും ഇവിടെ ഇങ്ങനെ ഇരിക്കുമെന്ന് ആരും വിചാരിക്കേണ്ട. ഔദ്യോഗിക വൈദിക വിഷയങ്ങൾ പഠിക്കുന്ന ഒരാളിനറിയാം, നമ്മൾ പഠിക്കുന്ന വിഷയങ്ങളിൽ ഈ നാടുകളിൽ വളരെ അടിവരയിട്ട് പഠിപ്പിക്കേണ്ട ഒരു വിഷയമുണ്ട്. അത് അന്ത്യകാല സംഭവങ്ങളാണ്. വൈസ്തല്ലോ. നമ്മുടെ നാട്ടിൽ വലിയ രോഗശാന്തികളും ഭൂതശാന്തികളും ഒക്കെ അതിൻ്റെ ഹരം പകർന്നുകൊണ്ടുള്ള ക്രുസേഡുകളൊക്കെ നടക്കുമ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, എൻ്റെ ദൈവമേ, ഈ വന്നുകൂടുന്ന ആളുകളോട് അന്ത്യകാല സത്യങ്ങൾ പറയുന്നുണ്ടോ? ഞാൻ ഒരു ഓർത്തഡോക്സ് കുടുംബത്തിൽ ജനിച്ചു വളർന്നെങ്കിലും ഞങ്ങളുടെ അടുത്തൊക്കെ മാർത്തമ്മക്കാരുടെയും CSIക്കാരുടെയും ഒക്കെ കൺവെൻഷനുകൾ നടക്കുമ്പോൾ ഞാൻ പോയി കേൾക്കുമായിരുന്നു. സത്യം പറഞ്ഞാൽ ഔത്തുങ്ങൾ ഫുൾ ഗോസ്പലൊന്നും പ്രസംഗിക്കുന്നില്ലെങ്കിലും അവരുടെ യോഗങ്ങളിൽ അവസാന ഭാഗത്ത് വരുമ്പോൾ അവർ കർത്താവിൻ്റെ വരവിനെ പ്രസംഗിക്കുമായിരുന്നു. ഇന്ന് പല ബന്ധുക്കുസുകാരുടെ യോഗങ്ങളിൽ നിന്നും കർത്താവിൻ്റെ വരവ് അബ്സെൻ്റ് ആയിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എസ്കറ്റോളജി, വേദശാസ്ത്രികൾ അതിനെ ഒരു പ്രത്യേക ഒരു പഠന വിഷയമാക്കി മാറ്റിയിരിക്കുകയാണ്. എസ്കറ്റോളജി. എസ്കറ്റോസ് മീൻസ് ലാസ്റ്റ് തിങ്സ് എന്ന് പറഞ്ഞാൽ ഇനി സംഭവിക്കാൻ പോകുന്നത്. യോഹന്നാനെ വെളിപ്പാട് കാണിക്കുമ്പോൾ ആത്മാവ് പറഞ്ഞത്, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്നാണ്. എന്നും ഇങ്ങനെ ചാകുകയില്ല, കട്ടിൽ ഒഴിയുകയില്ലെന്ന് പറഞ്ഞ പോലെ ഈ രീതി മുമ്പോട്ട് പോകാമെന്ന് ദൈവമക്കൾ വിചാരിക്കണ്ട.
ഇവിടെ ആത്യന്തികമായി ചില കാര്യങ്ങൾ സംഭവിക്കാൻ പോകുകയാണ്. പഴുതലോ അതിൻ്റെ ഒരു 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 വെറും ഒരു ചൂണ്ടുപലകയായിട്ട് ഞാൻ രണ്ട് വാചകങ്ങൾ വായിച്ച് കേൾപ്പിച്ച സമയം കൈമാറുകയാണ്. അത് ദയവായിട്ട് പ്രിയപ്പെട്ട ആരെങ്കിലും ഒന്ന് വായിക്കുമോ? ആമേൻ. 2 തിമോത്തിയോസ് 3-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ. 2 തിമോത്തിയോസ് 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 1-2 വാക്യങ്ങൾ. അത് വായിച്ചു കഴിഞ്ഞ് ഒരു വാക്യം കൂടെ പറയാം. 2 തിമോത്തിയോസ് 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്നറിയുക. കേട്ടോ, കേൾക്കുന്നുണ്ടോ? അന്ത്യകാലത്ത് പെരിലസ് ടൈംസ്, ഉപദ്രവം നിറഞ്ഞ സമയങ്ങൾ, മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടുന്ന സമയങ്ങൾ വരുമെന്നറിയുക. ആര് പറഞ്ഞു? ദിവ്യജ്ഞാനിയായ പൗലോസ്ലീഹ എഴുതിയിരിക്കുകയാണ്. അടുത്തത്, മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഏഷണിക്കാരും അജിതേന്ദ്രിയന്മാരും ഉഗ്രന്മാരും സൽഗുണദോഷികളും. മതി, ഇത്രയും കേട്ടതിൽ നിങ്ങൾക്ക് എന്തോ മനസ്സിലായി? അന്ത്യകാലം അടുക്കുമ്പോൾ മോറൽ ഡിജനറേഷൻ അല്ലെങ്കിൽ ധാർമ്മിക അധപ്പതനം പെരുകും. നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ? കൊച്ചു പിള്ളേരുടെ കൈ വരെ മൊബൈൽ ഫോണാണ്. ഇതിൽ കൂടുതൽ ലോകം ഇനി എന്തോ അഭിവൃദ്ധി പ്രാപിക്കാനാണ് ഓരോരുത്തരും ഇങ്ങോട്ട് ചോദിക്കുന്നത്. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ശാസ്ത്രത്തിന് ഒത്തിരി കണ്ടുപിടുത്തങ്ങൾ കമ്പോളത്തിലുണ്ട്. ഞങ്ങളുടെ നാട്ടിലുള്ളതിനേക്കാളൊക്കെ ഒത്തിരി സാധനങ്ങൾ ഇവിടെ നിങ്ങൾക്ക് തന്നെ അറിയാം, ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ എൻ്റെ ചോദ്യം, മനുഷ്യൻ്റെ മോറൽ സൈഡ് നന്നാകുന്നുണ്ടോ? അവൻ്റെ ഹ്യൂമാനിറ്റി നന്നാകുന്നുണ്ടോ? സമസൃഷ്ടങ്ങളോട് സ്നേഹവും കാരുണ്യവും വർദ്ധിക്കുന്നുണ്ടോ? അതായത് ഈ മൃഗങ്ങൾക്ക് ചികിത്സിക്കുന്ന ഒരു ഡോക്ടർ, അദ്ദേഹത്തിന് ഒരു നെയിം ബോർഡ് വെക്കാൻ നേരത്തെ എന്തോ ഈ ഡോക്ടർക്ക് എന്താ പേര് വെക്കേണ്ടത്? അപ്പോൾ ഒരാൾ പറഞ്ഞു മൃഗവൈദ്യൻ. അപ്പോൾ വേറെ ഒരു ബുദ്ധിമാൻ പറഞ്ഞു ശരിയല്ല, മൃഗവൈദ്യൻ എന്ന് പറഞ്ഞാൽ വൈദ്യന് അപമാനം. അപ്പം നല്ല ഭാഷ പഠിച്ചൊരുത്തനെ കൊണ്ടുവന്നു. അവൻ കൊടുത്ത് മൃഗീയ വൈദ്യൻ എന്ന് പറഞ്ഞാൽ മൃഗത്തിന് ചികിത്സിക്കുന്ന ആൾ. അപ്പോൾ മറ്റതിനേക്കാൾ കുറച്ചുകൂടെ മെച്ചമാണെന്നുള്ള രീതിയിലാണ് വന്നു. ഇപ്പം മൃഗം മൃഗീയമായിട്ട് മാറിയിരിക്കുക. മൃഗം എത്ര അധപ്പതിച്ചാലും മൃഗത്തെക്കാൾ അധപ്പതിക്കില്ല. എന്നാൽ മനുഷ്യൻ മൃഗത്തെയും കടത്തിവെട്ടി പിശാചിന്റെ നിലയിലേക്ക് അവൻ അധപ്പതിച്ചിരിക്കുകയാണ്. ഈ മോറൽ ഡിക്ലൈൻ, ഈ ധാർമ്മിക അധപ്പതനം ഒരു 19 നൂറ്റാണ്ടുകൾക്ക് മുമ്പെങ്കിലും പൗലോസ്ലീഹ കുറിച്ചു വച്ചു. അന്ത്യകാലത്ത് ഇത് കാണുമ്പോൾ നീ ഓർത്തോണം, അന്ത്യകാലത്തിന്റെ വക്കിൽ നീ എത്തിയിരിക്കുന്നെന്ന്. ഇതിനെ നന്നാക്കാൻ ഒരു രാഷ്ട്രത്തിനും പ്രോജക്റ്റ് ഇല്ല, ആർക്കും ഒരു ആയുധമില്ല ഇതിനെ നന്നാക്കിയെടുക്കുവാൻ. മനുഷ്യൻ നന്നാകണമെന്ന് പണ്ടാരാണ്ട് പറഞ്ഞെങ്കിലും സൂപ്പ് കൊടുത്ത് അവന്റെ ശരീരം നന്നാക്കുന്നേ ഉള്ളൂ, അവന്റെ ആത്മാവിനെ നന്നാക്കാൻ ഒരു പദ്ധതിയുമില്ല. അതിന് നീ ദൈവത്തിങ്കിലേക്ക് വരണം, അതിന് സുവിശേഷത്തിലേക്ക് വരണം, അല്ലാതൊരു പോംവഴി വേറെ ഇല്ല. ഒരെണ്ണം കൂടെ വായിക്കാം. 1 തിമോത്തിയോസ് 4-1 മുതൽ. 1 തിമോത്തിയോസ് 4-ാം അധ്യായത്തിന്റെ 1 മുതൽ ചില വാക്യം. ആദ്യം എടുക്കുന്നത് എന്നാൽ ഭാവി കാലത്ത്, മുമ്പേ അന്ത്യകാലത്ത് എന്ന് പറഞ്ഞതിന് പകരം വേറൊരു വാക്ക് പ്രയോഗിച്ചെന്നേ ഉള്ളൂ. രണ്ടും കാര്യം ഒന്ന് തന്നെയാ. അതും പൗലോസ്ലീഹ പറയുന്നത്. എന്നാൽ ഭാവി കാലത്ത് ചിലർ വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിച്ച്, അതൊന്നൊരു ഉപദേശമാണ്, ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിച്ച് ഭോഷ്ക് പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കുമെന്ന് ആത്മാവ് തെളിവായി പറയുന്നു. ഇനി അതിന്റെ താഴെ 1-2 വാക്യം കൊടുത്ത് വായിച്ചു. അവർ സ്വന്തം മനസാക്ഷിയിൽ ചൂടുവെച്ചവരായി വിവാഹം വിലക്കുകയും. ഇങ്ങോട്ട് നോക്കിയാൽ എല്ലാവരും, ഞാൻ ഇന്ന് സഭയിലൊക്കെ ടീച്ചിങ് ഉണ്ട്. എന്നാന്നറിയാം, അച്ഛൻ വരെ കല്യാണം കഴിക്കാം. അതിൻ്റെ മോളോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ കല്യാണം പാടില്ല. വായിച്ചല്ലോ, അതിന് തിയോളജി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മെത്രാച്ചന്മാർക്ക് കല്യാണം കഴിക്കാൻ പാടില്ലെന്നുള്ള എൻ്റെ തിയോളജി. മാരിയേജ് ഈസ് നാച്ചുറൽ ആൻഡ് സെലിബസി ഈസ് സൂപ്പർ നാച്ചുറൽ എന്ന് എഴുതി വെച്ചിരിക്കും. ഞാനത് എൻ്റെ ഭാഷയിലാക്കിയിരിക്കുന്നത് എങ്ങനെയാണ്? മാരിയേജ് ഈസ് നാച്ചുറൽ ആൻഡ് സെലിബസി ഈസ് എക്സെപ്ഷൻ. പൗലോസ്ലീഹ കല്യാണം കഴിക്കാതിരുന്നത്, പ്രൈസ് ദി ലോർഡ്, കല്യാണം മോശമായതുകൊണ്ടല്ല. പൗലോസ് പോകുന്നിടത്തെല്ലാം ഭാര്യയും കൊണ്ട് അനുക്കുവോ ഇതുപോലെ അലിഞ്ഞു നടന്നു വരുന്നത്. അതുകൊണ്ട് വേണ്ടാന്ന് വെച്ചതാണ്. പ്രൈസ് ദി ലോർഡ്, വിവാഹം മോശമായിട്ടൊന്നുമല്ല. വിവാഹം പാപമാണെന്നുള്ള അർത്ഥത്തിൽ
വിവാഹം മാറ്റിയിരിക്കുന്ന വട്ടത്ത സഭകൾ പിടിക്കപ്പെട്ടിരിക്കുകയാണ്. കാരണം എന്താണെന്നറിയാം, ഞാൻ പ്രസംഗിക്കുന്നിടത്തൊക്കെ പറയും പരിശുദ്ധനായ കർത്താവിൻ്റെ കല്യാണം വരെ ഉറച്ചിരിക്കുകയാണ്. കർത്താവ് സഭയാ മണവാട്ടിയുമായിട്ട് വിവാഹം കഴിക്കാനായിട്ട് സഭ ഏറ്റവും ആസന്നമായിരിക്കുകയാണ്. അതുകൊണ്ട് വിവാഹം വിലക്കുകയും ഒക്കെ ചെയ്യുന്ന ദുരുപദേശം സഭയിൽ കടന്നു വരുമെന്ന് പൗലോസ്ലീഹ കുറിച്ചു വച്ചിരിക്കുന്നു. യെസ്, എൻ്റെ താഴെ ഒന്ന് വായിച്ചേ, വേഗം വായിച്ചാൽ. സത്യത്തെ ഗ്രഹിച്ചിരിക്കുന്ന വിശ്വാസികൾ സ്തോത്രത്തോടെ അനുഭവിപ്പാൻ ദൈവം സൃഷ്ടിച്ച ഭോജ്യങ്ങളെ വർജിക്കണമെന്ന് കൽപ്പിക്കുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? നീ ഭക്തിയുടെ പേരിൽ 50 നോയുമ്പോൾ ഏതെങ്കിലും ഒരു കാലഘട്ടം നിശ്ചയിച്ചിട്ട് ഇറച്ചി കൂട്ടരുത്, മീൻ കൂട്ടരുത്, വെജിറ്റേറിയൻ ആകാം എന്ന് നീ ഭക്തിയുടെ പേരിൽ ഒരാഹാരത്തെ നീ മാറ്റി നിർത്തരുത്. പ്രൈസലോ. ഈ ഫാസ്റ്റിംഗ് ആണെങ്കിൽ കംപ്ലീറ്റ് ഫാസ്റ്റിങ്, അല്ലാതെ ചില ആഹാര സാധനങ്ങൾ ഭക്തി ജീവിതത്തിനെതിരാണ് എന്ന് പറയുന്ന ജാതീയ ഉപദേശം അത് ദൈവികമല്ല. അത് സംഭവിക്കുമെന്ന് പൗലോസ്ലീഹ ആത്മദൃഷ്ടിയിൽ നേരത്തെ കണ്ടു. പ്രൈസലോ. എൻ്റെ ആശയങ്ങൾ എന്തെങ്കിലും അവ്യക്തമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ എന്നോട് പേഴ്സണലായിട്ട് സംസാരിച്ചാൽ ഞാൻ പിന്നെ അത് വ്യക്തമാക്കി തരാം. ചുരുക്കി പറഞ്ഞാൽ അപ്പോസ്തലനായ പൗലോസിൻ്റെയും മറ്റും പ്രവചനങ്ങൾ ഇതാ കണ്ണിൻ്റെ മുമ്പിൽ നിറവേറിയിരിക്കുന്നു. ഒന്ന് ധാർമ്മികത പതനം ഒരു വശത്ത്, ഇവിടെ വിശ്വാസത്യാഗം. പ്രൈസ് ദി ലോർഡ്. ഫോളിങ് അവേ ഫ്രം ദ റൈറ്റ് ഫെയ്ത്ത് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിൻ്റെ സത്യപാതയിൽ നിന്ന്, വിശ്വാസത്തിൽ നിന്ന് അതേ അകന്നകന്നകന്ന് ഞങ്ങൾ പള്ളി ചൊല്ലുന്ന ഭാഷയിൽ പറഞ്ഞാൽ പലതരം ഉപദേശങ്ങളൊക്കെ പാരിൽ മുളച്ച് വരക്കുന്നു. ദൈവത്തിന് ഉപദേശം തൊട്ട് അവസാനിപ്പിപ്പോൻ തന്നെയൻ. അതുകൊണ്ടാണ് ഞാൻ അവിടുന്ന് പോകുന്നത്. പലതരം ഉപദേശങ്ങളുടെ പുറകെ നടക്കാൻ എനിക്ക് ആയുസ്സുമില്ല, അതിന് എനിക്ക് കഴിവുമില്ല. അതുകൊണ്ട് എനിക്ക് ദൈവത്തിൻ്റെ ഉപദേശം തൊട്ട് അവസാനിപ്പിക്കണമെന്നൊരാഗ്രഹം മാത്രമേ എനിക്കുള്ളൂ. നിങ്ങളോട് എനിക്ക് പൗലോസ് പ്രസംഗിച്ച പോലെ നേരം പുലരും വരെ പ്രസംഗിച്ചാൽ കൊള്ളാമെന്ന് എൻ്റെ ഉള്ളത്തിൽ ആഗ്രഹമുണ്ട്. എൻ്റെ പ്രിയരെ ഞാൻ നിങ്ങളോട് പറയട്ടെ, കർത്താവിൻ്റെ വരവ് വളരെ അടുത്തിരിക്കുകയാണ്. വേദപുസ്തകം തീരാൻ നേരത്ത് ഏറ്റവും ഒടുവിൽ കർത്താവ് പറഞ്ഞതെന്നറിയോ? ലോ ഐ കം ക്വിക്ക്ലി എന്നാണ്. അതിനുശേഷം താൻ ഒന്നും പറഞ്ഞിട്ടില്ല ബൈബിളിൽ. പ്രൈസ് ദി ലോർഡ്. അതുപോലെ തന്നെ സഭ ഏറ്റവും ഒടുവിൽ പറഞ്ഞ് പ്രാർത്ഥിച്ച് നിർത്തിയിരിക്കുന്നത് കം ലോർഡ് ജീസസ് എന്നാണ്. കർത്താവേ അങ്ങ് വരണേ എന്ന് പറഞ്ഞാൽ വേദപുസ്തകം അവസാനിപ്പിച്ചത്. എന്നാൽ ഇപ്പം നാട്ടിൻപുറത്ത് കൂട്ടങ്ങളൊക്കെ നിങ്ങൾ വന്നൊന്ന് കണ്ടേ, ആമേൻ കർത്താവായ യേശുവേ തരണമേ എന്നാണ്. കർത്താവിൻ്റെ വരവിന് വേണ്ടി കേണപേക്ഷിച്ച് അതൊരു ജീവൽ പ്രശ്നമായി ഏറ്റെടുത്ത് കാത്തിരിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കുവാൻ യേശു താമസമിനാ മടങ്ങി വരും. അന്ന് ഞാൻ ഉണ്ടായിരിക്കണമേ, നിങ്ങൾ ഉണ്ടായിരിക്കണമേ എന്ന് ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. പ്രൈസ് ഗോഡ്. നമുക്ക് ആ വാക്യം എല്ലാവർക്കും കൂടെ ഒന്ന് ചേർന്ന് ഒന്ന് ചൊല്ലാം. ഞാനത് ചൊല്ലിത്തരാം. ആമേൻ. കർത്താവായ യേശുവേ വരേണമേ. ആമേൻ. കർത്താവായ യേശുവേ വരേണമേ. ആമേൻ. കർത്താവായ യേശുവേ വരേണമേ.